നമസ്കാരം. ഈ ക്യൂബിന്റെ 5ാമത്തെ സീരീസിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആത്മമിത്രയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഫാദർ ടോബി എച്ചിനെ ക്ഷണിച്ചു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കുട്ടികളുടെ, കൗമാരപ്രായക്കാരുടെ, യൗവന പ്രായത്തിലുള്ളവരുടെ വിവാഹം വരെയുള്ള സപ്പോർട്ടും ട്രെയിനിങ്ങും ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ നടത്തി കൊടുക്കുന്ന സ്ഥാപനമാണ് കാലടിയിലുള്ള ആത്മമിത്ര. അതിന്റെ ആഭിമുഖ്യത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന 18 പേർ കൊറോണ കാലത്ത് ഒരുമിച്ച് കൂടി ക്രിയാത്മകമായിട്ട് അവരുടെ പദ്ധതികൾ ഒരുമിച്ചിട്ടതിന്റെ ഫലമാണ് ഈ ക്യൂബ് വെബിനാർ സീരീസ്. അതിന്റെ 5ാം ദിനമായി ഇന്ന് ഓർമ്മശക്തി കൂട്ടാനുള്ള ടെക്നിക്കുകളുമായി ഞങ്ങളുടെ സഹോദരൻ അഷ്റഫ് നിങ്ങളുടെ മുൻപിൽ എത്തുന്നു. അഷ്റഫിനെ സ്വാഗതം ചെയ്യാനായിട്ട് ആളെ ക്ഷണിക്കുന്നു. അഷ്റഫ് MA, അദ്ദേഹം വൈബ്രന്റ് യൂത്ത് ട്രെയിനർ ആണ്, NLP ഗ്രാൻഡ് മാസ്റ്റർ ആണ്, ഒപ്പം തന്നെ ഈ മെന്റർ ലേണിംഗിന്റെ ഡയറക്ടറും കൂടെയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Yes, good evening. വളരെ സ്നേഹത്തോടെ ഈ ക്യൂബ് പ്രോഗ്രാമിലേക്ക് 5ാം ദിവസമായ ഇന്ന് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സ്ലൈഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാം. യെസ്. ബെഞ്ചമിൻ അശ്വിക മ്യൂട്ടാണ്. സോറി. ബെഞ്ചമിൻ സ്റ്റോക്കിന്റെ 2 വരികൾ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായി എടുത്തു വെച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഉണ്ടാകണം, വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ്. ആ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായി നൽകുകയാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് എന്താണ് ഇന്നത്തെ സെഷൻ എന്നുള്ളത് നമുക്കറിയാം. ഇംപ്രൂവ് യുവർ മെമ്മറി. നമ്മുടെ നിലവിലുള്ള മെമ്മറി ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയ ബ്രെയിൻ ഒന്നും നമ്മുടെ മുന്നിൽ നിന്ന് കൊണ്ടുവച്ചിട്ടില്ല. നമ്മുടെ കൈവശമുള്ളത് എന്താണോ അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ, ക്രിയേറ്റീവ് ആക്കാൻ, എനർജറ്റിക് ആക്കാനുള്ള വളരെ ചെറിയ ടിപ്സുകളും ട്രിക്സുകളുമായി വളരെ ചുരുങ്ങിയ സമയം നമുക്ക് മുന്നോട്ട് പോകാം. സർവേശ്വരൻ അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എല്ലാവരും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നുണ്ട്, നമ്മുടെ ബോഡി ഹെൽത്ത്. ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട്. കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട്. മടിയുണ്ടെങ്കിലും അലസതയുണ്ടെങ്കിലും അത്യാവശ്യ ഘട്ടം വരുമ്പോ നമ്മൾ അത് ശ്രദ്ധിക്കുകയും മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുമുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഈ ബ്രെയിൻ പോലെ, ഈ ബോഡി പോലെ, ബോഡി ഹെൽത്ത് പോലെ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വളരെ ഹൃദ്യമായി, വളരെ 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 സൗമ്യമായി നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിച്ചാൽ നമ്മൾ ആ വിഷയത്തിൽ വളരെ പുറകിലാണ്. ആ പുറകിൽ എന്ന് പറയുമ്പോൾ എത്രത്തോളം എന്ന് വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്യണമെന്നും അത് മുന്നോട്ട് നല്ല നിലയിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ ആ ആഗ്രഹത്തിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വിഷയത്തിൽ നമ്മൾ മടിയനോ അലസനോ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹെൽത്ത്, ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ മസിൽ പവർ കൂട്ടുവാൻ വേണ്ടി എക്സസൈസുകളൊക്കെ ചെയ്യാറുണ്ട്. ആ മസിൽ പോലെ നമ്മുടെ ബ്രെയിനും ഒരു മസിലാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ നമ്മൾ കാണുമ്പോൾ ആ ബ്രെയിൻ കൺസെപ്റ്റ്, ആ ബ്രെയിനും നമ്മുടെ ഒരു മസിലാണ് എന്നുള്ള നിലയിലേക്ക് നമുക്ക് കാണുമ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ആ ബ്രെയിനെയും ഒന്ന് ഡെവലപ്പ് ചെയ്ത്, മറ്റുള്ളവരുടെ സംസാരങ്ങൾ ഒന്ന് ഒഴിവാക്കിയാൽ നന്നായിരുന്നു.
ആ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ആദ്യമായി ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ സ്നേഹത്തോടെ ഹാർദവമായി നിങ്ങൾ ക്ഷണിക്കുന്നത് ഒരു പുതിയ ലോകത്തേക്കാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത, അല്ലെങ്കിൽ പലപ്പോഴും ചർച്ച ചെയ്യുകയും എന്നാൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകാത്തതുമായിട്ടുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോ നമ്മുടെ കൺസെപ്റ്റ് അബൌട്ട് അവർ ബ്രെയിൻ ഓർ മെമ്മറി, നമുക്ക് മുന്നോട്ട് പോകുമ്പോ നമ്മുടെ ബ്രെയിനെ പറ്റിയിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്തിട്ട് നമുക്ക് പോകാം. മറ്റൊന്നുമല്ല, 1300 cc അല്ലെങ്കിൽ 1300 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ വരെ കപ്പാസിറ്റിയുള്ള നമ്മുടെ ബ്രെയിൻ, ആ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്താണെന്ന് നമുക്കറിയാം വളരെ കൃത്യമായിട്ട് തന്നെ. ആ ബ്രെയിനിന്റെ ന്യൂറോൺസിന്റെ അളവ് 100 ബില്യൺ എന്നുള്ള ഒരു വലിയൊരു കണക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. ബില്യനും ട്രില്യനും മില്യനും നമുക്ക് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് സുപരിചിതമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് 1000 കോടി. ഈ 10,000 കോടി വരുന്ന നമ്മുടെ ന്യൂറോൺസ്, ആ ന്യൂറോൺസിനെ ഒന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എത്ര ടൈം വേണ്ടി വരും? ഒന്ന് ഗസ് ചെയ്യോ പ്ലീസ്? പെട്ടെന്ന് റിപ്ലൈ പറയൂ. ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് തന്നെ ഒന്ന് പെട്ടെന്ന് പറയാം. എത്ര സമയം വേണ്ടി വരും? എത്ര ദിവസം വേണ്ടി വരും? പ്ലീസ് പെട്ടെന്ന്. വന്നില്ല, റിപ്ലൈ വന്നില്ല. റിപ്ലൈ വന്നെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. റിപ്ലൈ വന്നില്ല. അനേക വർഷങ്ങൾ പോരാ നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റിയോട് കൂടി 5 വർഷമെന്നോ 10 വർഷമെന്നോ 100 വർഷമെന്നോ അല്ലെങ്കിൽ 500 വർഷമെന്നോ പറയാം. അത് എത്രയാണ്? അനേകം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റിയുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അത് എത്ര? ഒരു ആയുസ് മുഴുവൻ എടുത്താലും പൂർത്തിയാവില്ല. ഒരായുസ് മീൻസ് 100 വർഷമാണോ, അല്ലെങ്കിൽ ഒരായുസ് മീൻസ് 500 വർഷമാണോ? 80 വർഷം. 80 വർഷം. യെസ്. നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രീ ടൈം കിട്ടുമ്പോ ഒന്ന് കണക്ക് കൂട്ടി നോക്കാം. എത്രയാണ് ഈ 10,000 കോടി എന്നുള്ളത് നമുക്കൊന്ന് സെക്കൻഡാക്കി, മിനിറ്റാക്കി, മണിക്കൂറാക്കി, ദിവസമാക്കി, വർഷമാക്കി മാറ്റുമ്പോൾ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് കാണാൻ കഴിയുന്നത് 3171 വർഷം വേണം നമ്മുടെ ഈ തലയിലുള്ള ചെറിയ ബ്രെയിനിന്റെ ആ സെൽസിനെ അല്ലെങ്കിൽ ആ ന്യൂറോൺസിനെ ഒന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ നമുക്ക് നമ്മുടെ ഈ തലയിലുള്ള ഈ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം മെമ്മറി എന്നുള്ള വേർഡിനെ പറ്റി നമുക്ക് മുന്നോട്ട് പറഞ്ഞ് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ. മറ്റൊന്നും കൂടി ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പിടി മണൽ കടൽ തീരത്ത് പോകുമ്പോ, ചെറായിലോ മറ്റോ പോകുമ്പോ, കടൽ തീരത്ത് പോകുമ്പോ ഒരു പിടി മണൽ നമ്മൾ വാരിയെടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ആറ്റം ഉണ്ടാകും? പ്ലീസ് പെട്ടെന്ന്. ടൈം ഡിലേ ആക്കരുത്, പെട്ടെന്ന്. ആർക്കും പറയാം. ആരെങ്കിലും ഒരാളുടെ എങ്കിലും റിപ്ലൈ കിട്ടിയെങ്കിലും ഞാൻ മുന്നോട്ട് പോകും. 900. അത് ഏതോ ഒരു കണക്കാണ് എങ്കിൽ പോലും നമുക്ക് തൽക്കാലം മുന്നോട്ട് പോകാൻ വേണ്ടി ഞാനത് ആൻസർ ആയിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഞാൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുക. നമ്പർ ഓഫ് പോസിബിൾ ന്യൂറോൺ കണക്ഷൻസ് ഇൻ അവർ ബ്രെയിൻ, അതെത്രയായിരിക്കും? ഈ പ്രപഞ്ചത്തിലെ നമുക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിവേഴ്സ് 10⁻100 എന്ന നമ്മോട് പറഞ്ഞു തരുന്നത് എങ്കിൽ വളരെ രസകരമായ മറ്റൊന്നുകൂടി കാണണം. എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് പോസിബിൾ ന്യൂറൽ കണക്ഷൻ ഇൻ അവർ ബ്രെയിൻ 10⁻800. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിലെ മൊത്തം എല്ലാ മലകളും കുന്നുകളും ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി ധൂളിയാക്കി എണ്ണിയെടുത്ത 10⁻100 എന്നാണ് അതിന്റെ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മുടെ ന്യൂറൽ കണക്ഷന്റെ അളവ് 10⁻800. ഇത്രയും വലിയ കപ്പാസിറ്റിയുള്ള ഒരു ബ്രെയിനുള്ള ചർച്ചയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർന്നില്ല. അത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് ഒരു മെമ്മറി ചിപ്പിലാക്കി, അങ്ങനെയാണുള്ളത്, ഒരു മെമ്മറി ചിപ്പിലാക്കി മാറ്റി അതിനെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ 256 exabytes 256 ബില്യൺ GB. ബില്യൺ ഞാൻ നേരത്തെ പറഞ്ഞു, ബില്യന്റെ കണക്ക് നമുക്ക് തലയിൽ കയറില്ല. കുറച്ചുകൂടി താഴേക്ക് വരുമ്പോ 1.2 ബില്യൺ ആവറേജ് PC ഹാർഡ് ഡ്രൈവ്. ഇതൊന്നും നമുക്ക് തലയിൽ ഒതുങ്ങാൻ കഴിയാത്ത ഒന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കുക, അമീബ എന്ന ചെറിയ ജീവിയെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ
പ്രത്യേകത എന്താ? സിംഗിൾ സെല്ലാണ്. അതിനേക്കാൾ ഒരു സിംഗിൾ സെല്ലാണെങ്കിൽ പോലും ഇതിന് വീണ്ടും ഡിവൈഡ് ആകാനും സ്പ്ലിറ്റായി വീണ്ടും വീണ്ടും വ്യത്യസ്ത രൂപങ്ങളിലേക്ക് മാറാൻ വേണ്ടി കഴിയും. മാറാൻ വേണ്ടി കഴിയുന്ന ആ അമീബയ്ക്ക് അത്രയും കഴിവുകളുണ്ട് എങ്കിൽ ഒരു മനുഷ്യ ജീവിതം, ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താ? സിംഗിൾ സെല്ലല്ല. അതിന്റെ സെൽസ് നമുക്കറിയാം. നമ്പർ ഓഫ് സെൽസ് ഇൻ അവർ ഹ്യൂമൻ ബോഡി 37.2 ട്രില്യൺ. സോറി, ട്രില്യനും ബില്യനും മില്യനും പറയുമ്പോ അതാണ് ഒരു കണക്ക് പറയാനുള്ള എളുപ്പമുള്ളത് എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ഈ 37.2 ട്രില്യൺ ആ അളവുള്ള അത്രയും സെൽസ് ഉള്ള നമ്മുടെ ഹ്യൂമൻ ബോഡി, നേരത്തെ സിംഗിൾ സെല്ലുള്ള അമീബയുടെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണ് എങ്കിൽ ഈ കഴിവുള്ള മനുഷ്യന്റെ കഴിവുകൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. താഴെ കണക്ക് വരുന്നുണ്ട്, കണക്കിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒന്ന്, നമ്മുടെ കഴിവുകൾ അത് ലിമിറ്റ്സ്, അല്ലെങ്കിൽ ദൈവം പ്രപഞ്ചം നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ മെമ്മറിയെ സമീപിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുമ്പോ ആ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്രേ ഉള്ളൂ, നമ്മുടെ ലോക്ക്ഡ് ആയിരിക്കുന്ന പൊട്ടൻഷ്യൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് ആ മെമ്മറി മെത്തേഡിലൂടെ ഒന്ന് കടന്നു വരാം. വാട്ട് ഈസ് മെമ്മറി മെത്തേഡ്? അറിയുന്ന ആരെങ്കിലും പെട്ടെന്നൊന്ന് പറഞ്ഞാൽ, അറിയുന്ന മീൻസ് പറയാൻ തന്റെ ഇടമുള്ള ആരെങ്കിലും, ഞാൻ നിങ്ങളോട് അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത്, പറയാൻ തന്റെ ഇടമുള്ള ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ട് പറയുക, എന്താണ് മെമ്മറി മെത്തേഡ്? കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാനുള്ള കഴിവ്. ഓർത്തെടുക്കാനുള്ള കഴിവ്. ഗ്രേറ്റ്. കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാനുള്ള കഴിവ് നമ്മൾ എന്ന് മുതലാണ് ഇത് പഠിച്ചു തുടങ്ങിയത്, ചെയ്തു തുടങ്ങിയത്? ഏത് ക്ലാസ് മുതലാ? നമ്മൾ ജനിച്ചത് മുതൽ തുടങ്ങി. കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കി എളുപ്പത്തിൽ പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോണം. ഞാൻ ഇപ്പോ ദീപ്തി മാമിനോട് തന്നെ ചോദിക്കുക, എത്ര ദിവസമുണ്ട്? 30 ആണോ 31 മാസത്തിന് 30, 31. സോറി, ഞാൻ ചോദിക്കുന്നത് ആ മാസത്തിൽ എത്ര ദിവസം? 30 ദിവസമാണോ 31 ദിവസമാണോ? ഓഗസ്റ്റിൽ 30. ജൂണിൽ എത്രയുണ്ട്? 30. ഓഗസ്റ്റിലെ 31. ജനുവരി 31. സെപ്റ്റംബർ 30. ഇപ്പൊ എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങളുടെ കൈവിരലുകൾ എവിടെയാണ് എന്ന് എനിക്കറിയാം. യെസ് ഓർ നോ? അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കൈവിരലുകൾ ഏതോ ചെറുപ്പത്തിൽ നമ്മളറിയാത്ത ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാത്ത നമ്മെ പഠിപ്പിച്ച ടീച്ചർ നമ്മളെ പഠിപ്പിച്ചു. ജനുവരി ടു ഡിസംബർ വരെയുള്ള കണക്കുകൾ വെറും മെമ്മറി മെത്തേഡിലൂടെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് വലിയൊരു സംഭവമല്ല. നമ്മൾ അത് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെയാണ് നമ്മൾ മെമ്മറി ഉപയോഗിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോ നമുക്ക് കുട്ടികളെ ആയിരിക്കും മിക്കവാറും നമുക്ക് മെമ്മറിയുമായിട്ട് അല്ലെങ്കിൽ പഠനവും ഓർമ്മശക്തിയുമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ അവസരങ്ങൾ കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിലുള്ള സ്കൂൾ സിലബസുമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളിലേക്ക് കടന്നു വരാം. നമുക്ക് ഹിസ്റ്ററിയിലേക്ക് കടന്നു വരികയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് ഏത് വർഷമാണ്? പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്യാം. റിപ്ലൈ തരാം. ഏത് വർഷമാണ്? ടൈപ്പ് ചെയ്തത് എനിക്ക് കാണാൻ കഴിയുന്നില്ല. കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിപ്ലൈ പറഞ്ഞു പോകാം. ആ ഇയർ ഒന്ന് പറഞ്ഞു പോകാം. പെട്ടെന്ന് ഒന്ന് പറയാമോ പ്ലീസ്? ആരെങ്കിലും ഒരാൾ മൈക്കോണ്. ഞാൻ തോമസ് സാറ് പറയുന്നു 1498 എന്ന് തോമസ് സാറ് പറയുന്നു. 1498. ഗുഡ് ആൻസർ എന്ന് ഞാൻ പറഞ്ഞത് തോമസ് സാർ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത്. ഇത്രയും ആളുകൾ ഈ സദസ്സിൽ ഇരുന്നിട്ട് തോമസ് സാർ അതിന് വേണ്ടി തയ്യാറായത് കൊണ്ട് തോമസ് സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോറി, ദാറ്റ് ഈസ് റോങ് ആൻസർ. അഷ്റഫ് സാറേ തോമസ് സാർ പറഞ്ഞു. പെട്ടെന്ന് ഓടിച്ചു കൊണ്ടുപോവുകയാണ്.
അഷഫ് സാറേ കൊളംബസ് പോയത് എങ്ങനെയാ? ഫ്ലൈറ്റിലാണോ? അഷഫ് സാറേ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണേ. മെല്ലെ, സ്പീഡ് കൂടുമ്പോ കട്ട് കൂടുന്നുണ്ട്. കൊളംബസ്, യെസ് ഗുഡ്, താങ്ക് യു. അപ്പോ കൊളംബസ് പോയത് എങ്ങനെയാണ്? കപ്പലിലാണല്ലേ? യെസ് ഓർ നോ? വള്ളത്തില്, പായ്ക്കപ്പലില്. വള്ളത്തിലാണ്. പായ്ക്കപ്പലിലാണ് പോയത്. അതായത് മിസ്സുബിഷിയോ മോട്ടോറോളയോ പായ്ക്കപ്പലിലാണ് പോയത്. ആ പായ്ക്കപ്പല് പോകുന്നതിന്റെ അവസ്ഥ നമുക്കറിയാം. കാറ്റാണ് കപ്പല് പോവുക. കാറ്റില്ലാത്തപ്പോ എന്ത് ചെയ്യും ഡൊമിനിക് സാറേ? കാറ്റില്ലാത്തപ്പോ എന്ത് ചെയ്യും? തുഴയണ സാധനത്തിന് എന്താ പേര്? പങ്കായം. യെസ്. കൊളംബസ് പോയത് വലിയൊരു പേനയുടെ നിബ് കൊണ്ടാ തുഴഞ്ഞു പോയത്. ഇത് നമ്മൾ പഠിപ്പിച്ചിരുന്നോ, അറിഞ്ഞിരുന്നോ എന്നെങ്കിലും? ഇല്ല. ഇവിടെയാണ് പ്രശ്നം. ഞാൻ പറയുന്നത് മെമ്മറി വേർഡുകളും മെമ്മറി ടെക്നിക്കുകളും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് പോകേണ്ടതിന്റെ സിമ്പിൾ മെത്തേഡിലേക്ക് നമ്മൾ വരികയാണ്. നിബ്, വലിയൊരു പേനയുടെ നിബ് കൊണ്ട് NIB ആൽഫാബറ്റിക് ഓർഡറിൽ നമുക്ക് എടുക്കാം. A1 B2 C3 D4 E5. ഒന്ന് പെട്ടെന്ന് എടുത്ത്. എത്ര വരും? N 12. പെട്ടെന്ന് കൗണ്ട് ചെയ്തോ? 12. സോറി, ഒന്നും കൂടി കൗണ്ട് ചെയ്തോളൂ. 14. വാശിയോടെ പോരട്ടെ. 9. B. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതെന്ന 1992. അല്ല, നമ്മൾ അത് പഠിക്കുകയേ വേണ്ട. ഞാൻ പറഞ്ഞത് 1492 ഇസ് കറക്റ്റ് ആൻസർ. നമ്മളത് ഒരിക്കലും 1492 നമുക്കറിയാമല്ലോ. ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് നമുക്ക് പോലും ഒരു എക്സാമിൽ പോലും കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച വർഷത്തെ പറ്റി ചോദിക്കേണ്ട, ആൻസർ എഴുതേണ്ട അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ അതറിയണ്ടേ? അത് ഓർമ്മയിൽ ഉണ്ടാകണ്ടേ? നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. കൊളംബസ് പോയത് നിബ് കൊണ്ട് തുഴഞ്ഞാ പോയത്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് നമുക്ക് റീകോൾ ചെയ്യേണ്ടി വന്നാൽ അപ്പൊ കുറച്ച് സമയം എടുത്ത് റീകോൾ ചെയ്ത പ്രശ്നമില്ല. ഇത്രയേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് ഈ ആൻസർ നമുക്ക് തെറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് ഓക്കെ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് പോകുന്നു. പോയിക്കോട്ടെ. ഒരാള് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സോറി, ഞാന് ഈ എന്താണ് PPT ഓൺ ആക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് മെസ്സേജുകൾ കാണാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആശ ചേച്ചി ഒന്ന് മെസ്സേജ് വരുമ്പോ ഒന്ന് പറയണേ. സോറി. ഓക്കെ പറയാം. അനിൽ വർഗീസ് 1492 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. സോറി, എനിക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് എനിക്ക് സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. സോറി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് എങ്കിൽ വാസ്കോ ഡ ഗാമ, അതാ മറ്റൊരു താരം. നമ്മുടെ കോഴിക്കോട് കടൽ തീരത്തെത്തിയ വാസ്കോ ഡ ഗാമ ഏത് വർഷമാണ് വന്നത്? 1498. 1498. ഡൊമിനിക് സാറേ, എങ്ങനെയാണ് സാർ ഇത് ഓർത്തിരുന്നത്? എങ്ങനെയാണ് അത് കിട്ടിയത്? അത് സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചതാണ്, അതുകൊണ്ട് ഓർത്തിരുന്നതാണ്. അന്നത്തെ ക്ലാസ്സിൽ കയറിയിരുന്നു അല്ലേ? കയറിയിരുന്നു. ഓക്കെ, ദാറ്റ്സ് കറക്റ്റ് ആൻസർ. നമുക്ക് പക്ഷേ ഇത്, സോറി ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്ററി പല കുട്ടികൾക്കും അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയറുകൾ ഓർത്തിരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് വാസ്കോ ഡ ഗാമ വന്നത്? ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏത് പീരീഡിലാണ്? ആൻഷ്യന്റിലാണോ, മിഡീവലിലാണോ, മോഡേണിലാണോ? ചോദിച്ചു മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. 3 ഹിസ്റ്ററി, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി മിഡീവലിലാണോ, ആൻഷ്യന്റിലാണോ, മോഡേണിലാണോ എന്ന് പറഞ്ഞപ്പോൾ വാസ്കോ ഡ ഗാമ വന്ന ആ ഭാഗം മുതലാണ് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മോഡേൺ ഹിസ്റ്ററി തുടങ്ങുന്നത്. അപ്പോ മോഡേൺ ഹിസ്റ്ററിയിലാണ് വാസ്കോ ഡ ഗാമ വന്നത്. വാസ്കോ ഡ ഗാമ വന്നത് മോഡേൺ ഹിസ്റ്ററിയിലാണെങ്കിൽ മൂവ് ചെയ്യുന്നില്ലല്ലോ. വാസ്കോ ഡ ഗാമ വന്നത് മോഡേൺ ഹിസ്റ്ററിയിലാണ് എങ്കിൽ, സോറി ഒന്ന് വരട്ടെ. മോഡേൺ ഹിസ്റ്ററിയെ നമുക്ക് എന്ത് വിളിക്കാം?
മോഡേണിനെ നമുക്ക് ന്യൂ എന്ന് വിളിക്കാമല്ലോ അല്ലെ? ഞാൻ റൈറ്റ് സൈഡിൽ കാണിക്കുന്നു. ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ 3 രീതിയിലാണ് ഉള്ളത്. ആ മോഡേൺ എന്നുള്ള വേർഡിന് നമ്മൾ അതിന് പകരം മോഡേണിന്റെ ആ ഇക്വലന്റ് ആയിട്ടുള്ള ന്യൂ എന്ന് എടുത്തു വെക്കുകയാണ്. ന്യൂ ഇന്ത്യ ഹിസ്റ്ററിയിലാണ് ആര് വന്നത്? വാസ്കോ ഡ ഗാമ വന്നത്. ന്യൂ ഇന്ത്യ ഹിസ്റ്ററിയുടെ 3ന്റെയും ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് ഒന്നെടുക്കാം. NIH. നമ്മൾ നേരത്തെ NIB കിട്ടി, NIB നിബ് കിട്ടി. ഇവിടെ NIH ആണ് ന്യൂ ഇന്ത്യ ഹിസ്റ്ററി. എത്രയായിരിക്കും? നേരത്തെ പറഞ്ഞ കറക്റ്റ് ആൻസർ 1498. അപ്പൊ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തത്രേ ഉള്ളൂ. വർഷങ്ങൾ നമ്മൾ 1498, 1492, 1857 ഒന്നും ഇങ്ങനെ കൃത്യമായി കാണാതെ പഠിച്ചു വെക്കണമെന്നില്ല. വളരെ ഓർമ്മയിലേക്ക് എത്തി കൊണ്ടുവരാൻ പറ്റുന്ന ആങ്കരും വേർഡുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. യെസ്, മുന്നോട്ട് പോകുന്നു. അപ്പോ ഹിസ്റ്ററിയിൽ കൂടി സിമ്പിൾ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്നാണ് നമ്മുടെ മുന്നിലെ ജോഗ്രഫി. പല കുട്ടികൾക്കും പലപ്പോഴും ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ജോഗ്രഫി. കാരണം എന്താ? പല രാജ്യങ്ങൾ പല രീതികളാണ്, പല രാജ്യങ്ങളിലെ പല വസ്തുക്കളാണ്, പല മൂലകങ്ങളാണ് ഉള്ളത്. ഇതൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്കൊന്ന് കടന്നു പോകാം. ആ ജോഗ്രഫിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, ജോഗ്രഫി വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഹിസ്റ്ററിയിലേക്ക് നമുക്ക് എടുക്കാം. നമ്മളിപ്പോ ജോഗ്രഫിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ 10 രാജ്യങ്ങൾ ഏതാണ്? ഒന്ന് പെട്ടെന്ന് പറയാം ആരെങ്കിലും. നീണ്ട വർഷങ്ങൾ ലോകം ചുറ്റി നടന്ന പല മഹാപ്രതിഭകളും എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കാനഡ, ഓസ്ട്രേലിയ, ബ്രസീൽ, ചൈന, റഷ്യ, ഓസ്ട്രേലിയ, ചൈനയും ഓസ്ട്രേലിയയും പറഞ്ഞു പോയി. ഇനിയും 4 എണ്ണം കിട്ടണം. കാനഡ പറഞ്ഞു പോയി. USA, ഗുഡ്. അർജന്റീന, അർജന്റീന, റഷ്യ 5ാമത്തെ പ്രാവശ്യം പറയുന്നു. ബ്രസീൽ എഴുതിയോ? ബ്രസീലൊക്കെ ഇട്ടു. എന്തായാലും കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഞാൻ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കണം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വളരെ സിമ്പിൾ വേർഡിലൂടെ, സിമ്പിൾ മെത്തേഡിലൂടെ ഇതുവരെയുള്ള 30-40 വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാത്ത ചില രഹസ്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ നാട്ടിലെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ഇഷ്ടം പോലെ, അല്ലേ? സ്വർണോ? അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഒന്നുകിൽ ബംഗാളി, അല്ലെങ്കിൽ ബീഹാറി, ആസാമി. ഒരു കോമൺ വേർഡായിട്ട് നമ്മൾ ബായി എന്ന് വിളിക്കാറുണ്ടല്ലേ? എന്റെ വീടിന്റെ അടുത്ത് ഒരു ബായി ഉണ്ട്. ആ ബായിയുടെ പേര് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിച്ചു തരാം. റുക്കുബായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവർ പരസ്പരം വിളിക്കുന്നത് റുക്കുബായി അക്ക എന്നാണ്. 10 രാജ്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇവിടെ ഏതോ ഒരു ബായിയുടെ പേര് ഓർത്തിരുന്നപ്പോ ഒന്ന് പറഞ്ഞോളൂ, ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് 2 ലെറ്റർ RU, ആ യു സ്മോൾ ലെറ്റർ ആക്കി എഴുതിയതിന്റെ ഉദ്ദേശം അത് ഒട്ടുമുള്ള വേർഡിനൊപ്പം റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ. 5 രാജ്യങ്ങൾ വന്നു കഴിഞ്ഞു. അർജന്റീന, ഇന്ത്യ. സോറി, അർജന്റീനയ്ക്ക് മുമ്പ് ഓസ്ട്രേലിയ, ഇന്ത്യ, അർജന്റീന, കസാക്കിസ്ഥാൻ ആൻഡ് അൾജീരിയ. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോ വളരെ സിമ്പിൾ ആണ്. നമുക്ക് അതിന്റെ കൃത്യമായ ഓർഡറിൽ ഏതോ ഒരു ബായിയുടെ പേര് റുക്കൂക്ക് ബായി അക്ക എന്ന പേരിൽ, ഈ ബായി ഇന്ന് വലിയ മഹാനാണ് കേട്ടോ. ഈ ബായിയുടെ മഹത്വം ഒരു 100 കണക്കിന് വേദികളില് ഈ ബായിയുടെ മഹത്വം പറഞ്ഞ് ഈ ബായി വലിയ മഹാനായി മാറിക്കഴിഞ്ഞിരിക്കുക. അപ്പോ എങ്കിൽ പോലും ആ ഏതോ ഒരു ബായിയുടെ പേര് പഠിച്ചുകൊണ്ടെങ്കിലും നമുക്ക് ഈ 10 രാജ്യങ്ങൾ മനസ്സിലാക്കാനും ഓർത്തു വെക്കാനും കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ സിമ്പിൾ മെത്തേഡ് മതി. നമ്മൾ ബുദ്ധിമുട്ടി, ടഫായി, റഫായി, ആകെ ഡൗണായി പഠനം എന്ന് കേൾക്കുമ്പോ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥ മാറിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ മെത്തേഡിലേക്ക് മുന്നോട്ട് പോകാം. 5 ഓഷ്യൻസ്. 5 ഓഷ്യൻസ് ഞാൻ പറയുമ്പോ ഒരു ഡിമാൻഡ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്.
നമുക്കറിയാം മുന്നോട്ട് പോകുമ്പോ കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമുകളിലേക്ക് ശ്രദ്ധിച്ചോളൂ. കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമുകളിലേക്ക് പോകുമ്പോ കോംപ്രിഹെൻഷനിലേക്ക് വരുമ്പോ മറ്റു സംസാരങ്ങളിലേക്ക് പോകാതെ, സോറി ആരുടെയോ സംസാരം കയറി വരുന്നു. 5 ഓഷ്യൻ ഞാൻ വയ്ക്കുന്ന ഒരു ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. കൃത്യം ഓർഡറിലായിരിക്കണം, അതിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. Pacific, Atlantic, Indian, Atlantic Ocean, Arctic, Antarctic. Southern Ocean. പസഫിക്. ഒരാൾ സദേൺ ഓഷ്യൻ പറഞ്ഞു. ആരാണ് സദേൺ പറഞ്ഞത്? ആളാരാ സദേൺ പറഞ്ഞത്? ആരാ? ഞാനെന്ന് പറഞ്ഞാൽ, സോറി ഞാൻ വീണ്ടും പറയുന്നത്, എനിക്ക് പേര് കാണാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ് എടുത്ത് ചോദിക്കുന്നത്. പേര് പറയൂ പ്ലീസ്. Joshi. ജോഷി തോമസ്. യെസ്, ജോഷി. ഗ്രേറ്റ്. സദേൺ. മറ്റെല്ലാവരും പറഞ്ഞത് ശരിയാണ്. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ ഓഷ്യൻ. ജോഷി അല്ല പറഞ്ഞ, ജോഷിയുടെ മകനാ പറഞ്ഞ. ഏതായാലും ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോ ഡിയർ ഫ്രണ്ട്സ്, ഇതിന് രസം എന്താണെന്നറിയോ? ഈ 5 ഓഷ്യൻ ഓർത്തിരിക്കാൻ വേണ്ടി എന്തിന്റെ വിലയില്ലെന്നറിയോ? 1 പൈസയുടെ പോലും വിലയില്ല. 1 നയാ പൈസയുടെ പോലും വിലയില്ല ഇത് പഠിക്കാനും ഓർത്തിരിക്കാനും. എന്തിന്റെ 1 പൈസ? എന്തിന്റെ വില? 1 പൈസയുടെ വിലയില്ല. എന്ത്? യെസ്, നോക്കിക്കോളൂ. PAISA. യെസ്, പറഞ്ഞോളൂ. PAISA പറഞ്ഞോളൂ പെട്ടെന്ന്. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ ഓഷ്യൻ, സദേൺ ഓഷ്യൻ. വീണ്ടും ജോഷി പറയുന്നുണ്ട് സദേൺ ഓഷ്യൻ. യെസ്, പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, സദേൺ ആൻഡ് ആർട്ടിക്. ഈ സദേൺ ഓഷ്യന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പഴയകാല പൂർവകാല സൂര്യകളായ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ സദേൺ ഓഷ്യൻ അന്ന് ഉണ്ടായിരുന്നില്ല. 2000-ലാണ് സദേൺ ഓഷ്യൻ പ്രഖ്യാപിക്കപ്പെട്ടത്. അതുകൊണ്ട് പഴയകാല ആളുകൾക്ക്, അച്ചോ ഡൊമിനിക് അങ്കിളെ, നമുക്കൊന്നും അന്ന് ഈ സദേൺ ഓഷ്യൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഓർമ്മ വരാത്തത്. എന്താണെങ്കിൽ പോലും 1 നയാ പൈസയുടെ വില പോലും ഇല്ല ഇത് ഓർത്തിരിക്കാൻ എന്ന് നമ്മൾ കാണുക. 5 ഓഷ്യനാണ് നമ്മൾ പഠിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ 5 സമുദ്രങ്ങൾ അതിന്റെ ഓർഡറിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞുവെങ്കിൽ, അടുത്തൊരു സാധനം പ്ലാനറ്റ്സ് നമുക്കറിയാം. പഴയ കാലത്ത് 9 പേരുണ്ടായിരുന്നു. ഒരാൾ ഒളിച്ചോടിപ്പോയി. അന്ന് മുതലാണ് ടോബിയച്ചന് ഈ ഒളിച്ചോട്ടത്തിന്റെ കഥകൾ കൂടുതൽ പറയാൻ വേണ്ടി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും 5 പ്ലാനറ്റിലെ പ്ലൂട്ടോ ഒളിച്ചോടിപ്പോയി. ബാക്കി 8 എണ്ണം ഏതൊക്കെയാണെന്ന് ഓർഡറിൽ പെട്ടെന്ന് പറഞ്ഞോളൂ. മെർക്കുറി, വീനസ്, ജൂപ്പിറ്റർ, ഏറെക്കുറെ നമുക്ക് കലബിലയാണെങ്കിൽ പോലും ഏറെക്കുറെ എല്ലാവരും പറഞ്ഞത് ശരിയാ. സൗരയുദ്ധം പഠിപ്പിച്ച് ചെറുപ്പം മുതൽ നമ്മൾ ഈ വട്ടം കറങ്ങൽ തുടങ്ങിയത് അവിടെ നിന്നാണ്. ആ സോഷ്യൽ സ്റ്റഡീസിലെ ടീച്ചറാണ് നമ്മൾ വട്ടം കറങ്ങാൻ വേണ്ടിയൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയത്. അത് നമ്മളൊരു ഒരു മാജിക്കൽ സെന്റൻസിലേക്ക് കൊണ്ടുവരികയാണ്. മാജിക്കൽ സെന്റൻസ് വേറൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് അവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നു. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നൂഡിൽ. നമുക്ക് മക്കളുടെ മുന്നിൽ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നൂഡിൽസാ. ഇതങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോ ആ മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നൂഡിൽസ് ഓർത്തിരിക്കാൻ വളരെ രസകരമായിട്ടുള്ള സെന്റൻസ് ആയിട്ട് അവരുടെ മനസ്സിൽ കിടന്നോളും. മെർക്കുറിയും മെർത്തും മാർസും ജൂപ്പിറ്ററും സാറ്റേണും യുറാനസും നെപ്റ്റ്യൂണും എല്ലാം ആ ഓർഡറിൽ ആ കാണുന്ന സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഓരോ വേർഡിന്റെയും ആ സ്റ്റാർട്ടിങ്ങിലുള്ള ലെറ്റർ എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും MEMJSUN. വളരെ രസകരമായിട്ട് ഇങ്ങനെയും പഠിക്കാമെന്ന് കുട്ടികളോട് പറയുമ്പോ അവർക്ക് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടഫായിട്ടുള്ള മറ്റൊരു സംഗതി ഉണ്ടല്ലോ, അത് ഇങ്ങനെയാക്കാൻ വേണ്ടി കഴിയും. ഇത് കേട്ടിരിക്കുമ്പോൾ രസകരമായി പോകാമെന്ന് ഓർത്ത് നിങ്ങൾ ആരും ഇരിക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രാക്ടിക്കൽ വർക്ക് തന്നിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ പിരിയുക. അപ്പോ അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി തന്നെ ഇരുന്നു. നോട്ട്ബുക്കും പെന്നും അതിനു വേണ്ടി തന്നെയാണ്. ഇത് എഴുതി വെച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരുന്ന വർക്ക് ഹോം വർക്ക് അല്ലെ, അതിലേക്ക് നമ്മൾ കടന്നു വരും. യെസ്, മറ്റൊന്ന് ജോഗ്രഫിയുടെ വേറൊരു ഭാഗത്തിലൂടെ നമ്മൾ കടന്നു വരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹെവി മെഷീനറീസ്, ഹെവി എക്യുപ്മെന്റ്സ്, ഹെവി വെഹിക്കിൾസ് വരുന്ന ഒരു രാഷ്ട്രമാണ് ജർമ്മനി. Yes or no? Yes. സ്വിറ്റ്സർലൻഡ് ഒരു പ്രത്യേകത. സ്വിറ്റ്സർലൻഡ്
ചെറിയ ഐറ്റംസ്, പേന, വാച്ച് പോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ആണ് കൂടുതലും സ്വിറ്റ്സർലൻഡിൽ നിന്നെല്ലാം വരുന്നത്. ഹെവി മെഷീനറീസ്, ഹെവി ഐറ്റംസ് ഇല്ല. അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ വേണ്ടി കഴിയും ഹെവി എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള അയൺ എവിടെ കൂടുതൽ ഉണ്ടാകും? ജർമ്മനിയിൽ സ്വാഭാവികമായിട്ട് അയൺ കൂടുതൽ ഉണ്ടാകാം. കാരണം അങ്ങനെയാണല്ലോ, ഹെവി മെഷീനറീസ് അവിടെ നിന്നാ വരുന്നത്. സ്വിറ്റ്സർലൻഡിൽ പാവങ്ങള്, അവർക്ക് അവിടെ ഇരുമ്പൊന്നും ഇല്ല. എന്നാൽ കേട്ടോളൂ, നമ്മൾ പഴയ കാലത്ത് അനിക്സ്പ്രേയുടെ പരസ്യം പറയാറുണ്ടല്ലോ, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ ആ രസമാണ് എവിടെ? ജർമ്മനിയിൽ അയണില്ല. ജർമ്മനിയിൽ അയണില്ല, സ്വിറ്റ്സർലൻഡിൽ ഇഷ്ടംപോലെ അയണുണ്ട്. ആ എന്താണ് അയൺ പ്രൊഡക്ട്സ് സ്വിറ്റ്സർലൻഡിൽ പോകാം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക അയൺ അയിര് ഇത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ, 1 ടൺ അയൺ അയിർ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ 30 ടൺ കോള് വേണം, കൽക്കരി വേണം. ജർമ്മനിയിൽ ഇഷ്ടംപോലെ കൽക്കരിയുണ്ട്, സ്വിറ്റ്സർലൻഡിൽ കൽക്കരി. ഈ ഇരുമ്പയിര് ഉരുക്കി അത് പ്രോസസ്ഡ് അയൺ ആക്കി മാറ്റണമെങ്കിൽ കൽക്കരി നിർബന്ധമാണ്. അപ്പോ അടുത്തൊരു പ്രശ്നം, 30 ടൺ ഇരുമ്പ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് 30 ടൺ കൽക്കരി ജർമ്മനിയിൽ സ്വിറ്റ്സർലൻഡിലേക്ക് കൊണ്ടുപോകുന്നതാണോ ലാഭം? അതല്ല 1 ടൺ ഇരുമ്പയിര് സ്വിറ്റ്സർലൻഡ് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുന്നതാണോ ലാഭം? ട്രാൻസ്പോർട്ടേഷൻ ക്ലിയർ ആയില്ലേ? സ്വിറ്റ്സർലൻഡ് ടു ജർമ്മനി അല്ലേ? 1 ടൺ കൊണ്ടുപോക്കാണ് നമുക്ക് ലാഭം. അപ്പോ സ്വിറ്റ്സർലൻഡിൽ നിന്ന് 1 ടൺ ഇരുമ്പയിര് ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നു. അവർ അവിടെയുള്ള കൽക്കരി ഉപയോഗിച്ച് അതിനെ പ്രോസസ് ചെയ്യുന്നു. ആഫ്റ്റർ എഫക്ട് എന്താണ്? ആഫ്റ്റർ എഫക്ട് എന്താണുള്ളത്? പ്രോസസ്ഡ് അയൺ എവിടെ ഉള്ളത്? ജർമ്മനിയിൽ. കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു കാലത്ത് നമ്മൾ മറക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, വളരെ സിമ്പിൾ. ഇങ്ങനെ ഈ രസകരമായി ജർമ്മനി ജിയോഗ്രഫി പഠിക്കാമല്ലോ. അപ്പൊ ഇതൊരു 2 രാജ്യങ്ങളുടെ ചെറിയ നിസ്സാര സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് വരാം. സംസ്ഥാനങ്ങളുടെ ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള വിളകള്, ഓരോ സംഗതികൾ എടുത്തെടുത്ത് ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് നാം മനസ്സിലാക്കുക. അടുത്തതിലേക്ക് നമ്മൾ പോകുകയാണ്. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ നിങ്ങൾക്ക് കുറെ അധികം തരണമെന്ന് മനസ്സിൽ ഇങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് അറിയാതെ സ്പീഡ് കൂടി പോകും. നിങ്ങൾക്ക് എന്നെ പിടിച്ചു കിട്ടാം. 10 മിനിറ്റ് കൂടുതൽ എടുത്താലും മെല്ലെ പോയാൽ കട്ടാവാതിരിക്കും. എപ്പോ സ്പീഡ് കൂടുന്നോ സ്റ്റോപ്പ് ചെയ്യാം, പറയാം, ബ്ലോക്ക് ആവില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക, എപ്പോഴാ കുറയുന്നതെന്ന് സംശയം ഷ്രിഫ്ക. ഫുൾ ടൈം സ്പീഡിലാണ്, പിന്നെ എപ്പോഴാണ് കൂടുന്നതെന്ന് പറയുമ്പോ നമ്മൾ പറയാ മെല്ലെ പോയാ മതി. 15 മിനിറ്റ് അധികം നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ പറയുമ്പോ മാത്രമാണ് ഞാൻ സ്പീഡ് കുറയാ. അപ്പൊ സോറി. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു കട്ടായി പോകുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. സ്പീഡ് കൂടുമ്പോ നമുക്ക് ഉറക്കൊന്നും ഇല്ലാണ്ടാവും. പക്ഷെ കട്ടായി പോകുമ്പോ അതിന്റെ ഗുണം കുറഞ്ഞു പോകും. അതൊരൊറ്റ ഇതുകൊണ്ടാണ് പറയണേ. തീർച്ചയായും. അപ്പോ നമ്മുടെ അയൽ രാജ്യങ്ങള് ഏതൊക്കെ? നൈബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ ഒന്ന് പറയൂ. സ്ക്രീനിൽ നോക്കിയാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം വിളിച്ചു പറയാൻ വേണ്ടി. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബർമ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. യെസ്, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് മാപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഇപ്പോ ഇതിൽ നോക്കിയാൽ കാണാം. പക്ഷെ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ ഇതൊന്നും സ്വാഭാവികമായിട്ട് വരില്ല. അപ്പോ അതിന് നമ്മളൊരു മെമ്മറി വേർഡ് കണ്ടുപിടിക്കുകയാണ്. ബച്പൻ MBA. ബച്പൻ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നമ്മൾ എന്താ പറയാ? ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം. യെസ്, കുട്ടിക്കാലത്ത് ഒരു MBA കിട്ടിയാൽ നല്ല രസമായിരിക്കുമല്ലോ അല്ലേ? ഹായ്. അപ്പൊ ബച്പൻ MBA, ആ ബച്പൻ MBA നമ്മൾ ഈ അയലങ്ങളെല്ലാം പഠിക്കുകയാണ്. ആ ബച്പൻ MBA എന്ന് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന എഴുത്തിൽ നിങ്ങൾക്ക് കാണാം. B കഴിഞ്ഞിട്ട് A സ്മോൾ ലെറ്റർ ആണ്, C കഴിഞ്ഞിട്ട് H സ്മോൾ ലെറ്റർ ആണ്.
ആ ഒരു ക്യാപിറ്റൽ ലെറ്ററിനൊപ്പം സ്മോൾ ലെറ്റർ വരുമ്പോ അത് രണ്ടും ഒരുമിച്ചെടുക്കണം. BA ബംഗ്ലാദേശ്, CH ചൈന, PA പാകിസ്ഥാൻ, N നേപ്പാൾ, then MBA M ഭൂട്ടാൻ, M മ്യാൻമർ ബർമ്മ, B ഭൂട്ടാൻ, M അഫ്ഗാനിസ്ഥാൻ. ആണല്ലോ അല്ലെ? ഇനി വേറെ 2 രാജ്യങ്ങൾ കൂടിയുണ്ട് നമ്മുടെ അയൽവാസികൾ. സമുദ്രം കൊണ്ട് തിരിക്കപ്പെട്ട 2 രാജ്യങ്ങളുണ്ട്, ശ്രീലങ്കയും മാൽദീവ്സും. ഒന്നുകൂടിയുണ്ട്, ഇന്തോനേഷ്യ കൂടിയുണ്ട്. അപ്പോ ഇത്രയും സംഗതികൾ നമ്മുടെ മുന്നിൽ ഓർത്തിരുന്നാൽ, ബച്പൻ MBA എന്നുള്ള വളരെ ചെറുപ്പകാലത്തിൽ MBA കിട്ടുന്ന സംഗതി ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് വളരെ കൃത്യമായി ഈ രാജ്യങ്ങളെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. യെസ്, മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോ ഇടക്ക് സ്ക്രീൻ ഇങ്ങനൊരു ചോദ്യമൊക്കെ അവിടെ വരുന്നുണ്ടല്ലോ. ഇപ്പോ ഇത് നിങ്ങൾക്ക് എന്തോ ഉള്ളൊരു പണിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറച്ച് സംഗതികൾ പറഞ്ഞു പോയി. എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നാം ഓരോരുത്തരും ഒന്ന് ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു വേർഡ് കിട്ടിയാൽ അത് എങ്ങനെ ഉപയോഗിക്കണം, അത് ഏത് നിലയിലേക്ക് ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു ഹോംവർക്ക് തരികയാണ്. ഇമ്പോർട്ടന്റ് ബോർഡർ ലൈൻസ്, നമ്മുടെ ഇന്ത്യയുടെ അതിർ രേഖകൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മക്മോഹൻ ലൈൻ ചൈന, അതേപോലെ തന്നെ റാഡ്ക്ലിഫ് ലൈൻ പാകിസ്ഥാൻ, ഡോർഡൻ ലൈൻ അഫ്ഗാനിസ്ഥാൻ, അതേപോലെ തന്നെ ടിൻബഗ കോറിഡോർ ബംഗ്ലാദേശ്, മനാസ് റിവർ ഭൂട്ടാൻ, പട്കി റേഞ്ചസ് മ്യാൻമർ, അതേപോലെ തന്നെ പാക് സ്ട്രൈറ്റ് ശ്രീലങ്ക, 8 ഡിഗ്രി ചാനൽ മാൽദീവ്സ്. എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനെ എങ്ങനെ ഒരു മെമ്മറി വേർഡാക്കി മാറ്റി ഒന്ന് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നാളെ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ഇടണം. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മക്മോഹൻ ലൈനും ചൈനയും മാറിപ്പോകാതെ, ഡോർഡൻ ലൈനും അഫ്ഗാനിസ്ഥാനും മാറാതെ, എന്താണ് മനാസ് റിവറും ഭൂട്ടാനും മാറാതെ ഇതിനെ എങ്ങനെ ഒരു മെമ്മറി വേർഡാക്കി എടുക്കാൻ കഴിയും? രാത്രി നമ്മൾ കഴിയുമ്പോൾ വൈകുമെന്നുള്ള ഭയപ്പാടുള്ളവർക്ക് അതിനുവേണ്ടി രാവിലെ കുറച്ച് സമയം തരുന്നു, നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് ഓരോരുത്തരും കണ്ടെത്തിയ മെത്തേഡുകൾ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിലേക്ക് അത് ഇടണം. യെസ്, മുന്നോട്ട് പോയിക്കോട്ടെ. സമ്മാനം വേണം. സമ്മാനമൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല, അത് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം. യെസ്, അപ്പോ ഇത് മാത്രം കേട്ടില്ല, ഇത് പറഞ്ഞപ്പോ എന്റെ നെറ്റ് സ്ലോ ആയി എന്ന് മാത്രം പറയാതിരുന്നാൽ മാത്രം മതി. മുന്നോട്ട് പോകുമ്പോ പൊളിറ്റിക്സ് വളരെ രസകരമാണ്. മറ്റന്നാളല്ലേ റിസൾട്ട് വരിക? പവർഫുൾ പൊളിറ്റിക്സിന്റെ റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും നമുക്ക് പൊളിറ്റിക്സുമായിട്ടുള്ള ആ ഒരു മേഖലയിലേക്ക് നമുക്ക് കടന്നു വരാം. കുട്ടികളെ മറ്റൊരു പ്രധാന ഒരു മേഖല രസമാണ്, വായിക്കാൻ രസമാണ്. പക്ഷെ ഓർത്തിരിക്കണം, വർഷങ്ങൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് മാറുന്ന 1857. ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെ ഉറപ്പാണെങ്കിൽ ഉറപ്പിച്ച പ്രശ്നമില്ല. പക്ഷെ എല്ലാവർക്കും ഇത് ഉറപ്പ് കിട്ടാറില്ല. ചോദിക്കുന്ന കുട്ടികളുടെ മുന്നിൽ ചോദിക്കുമ്പോൾ ഉറപ്പാണെന്ന് ചോദിക്കുമ്പോൾ അവർ 47 എന്നുള്ളത് 1857 എന്നുള്ളത് അവർ 1847 പറയാറുണ്ട്, 67 പറയാറുണ്ട്. എന്തായാലും നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി അതിനൊരു മെമ്മറി വേർഡിന് വേണ്ടി ഒരു മെത്തേഡ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തരികയാണ്. സത്യത്തിൽ നമ്മുടെ പൂർവികർ എന്തിനു വേണ്ടിയായിരുന്നു ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണിയെടുത്ത് ഇറങ്ങിയത്? ഒരു റീജിയൻ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? കേൾക്കുന്നില്ലേ? റീജിയൻ കിട്ടി, സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു റീജിയൻ നമുക്ക് കിട്ടി. പക്ഷെ കിട്ടിക്കഴിഞ്ഞ ശേഷം എന്ത് സംഭവിച്ചു? കിട്ടിയ റീജിയൻ എന്ത് സംഭവിച്ചു? 2 കട്ടാക്കി. വിഭജനം സംഭവിച്ചു. റീജിയൻ എന്നുള്ള വേർഡിനെ നമ്മൾ വിഭജിക്കുകയാണ് ഇവിടെ. പകുതി നമുക്ക് നഷ്ടപ്പെട്ടു. ION നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവശേഷിക്കുന്ന REG, നേരത്തെ നമ്മൾ കണ്ട ആ ആൽഫബറ്റിക് ഓർഡർ ഒന്ന് എടുത്തേ. R എത്ര വരും? R18.
6, 18, E, 5, G, 7. yes. അപ്പോ നമുക്ക് കിട്ടിയ റീജിയൻ നഷ്ടപ്പെട്ട് പകുത്തു പോയതിന്റെ ബാക്കി അവശേഷിക്കുന്നത് ഒന്ന് കാൽക്കുലേറ്റ് ഒന്ന് നോക്കിയാൽ അവിടെ കിടക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ തുടക്കത്തിലുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോ ഫസ്റ്റ് വേൾഡ് വാർ കൊണ്ട് ലോകത്തിന് സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ? സങ്കടമായിരുന്നല്ലേ? ആ കുഞ്ഞിന്റെ മുഖം കണ്ടാൽ നമുക്കറിയാം എത്രയോ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന ആ കുഞ്ഞിന്റെ മുഖത്തെ ആ സാഡ്, ആ സങ്കടം അങ്ങനെയാണ് എങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ മെത്തേഡുകളിൽ തന്നെ നമുക്ക് എടുക്കാം. S19 A1 D4 എന്താണ് 1914. ഇങ്ങനെ കുറച്ച് ടെക്നിക്കുകൾ നമ്മുടെ കൈച്ചപ്പിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ മനസ്സറിയാതെ പറയും എനിക്ക് കുറെ സംഗതികൾ അറിയാം. ഇന്ന് എക്സാം ഹാളിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എന്റെ കയ്യിൽ കുറെ മരുന്നുകളുണ്ട്, ഇതൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമ്മുടെ മനസ്സ് ഒരു പോസിറ്റീവ് ഇന്റൻഷനോട് എനർജിയോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു കുട്ടിക്കും മുന്നോട്ട് പോകാനുള്ള പഠനം എളുപ്പമായി തീരുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലേ? ഏതൊക്കെയാ സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് നോക്കി തന്നെ പറഞ്ഞോളൂ. ഏതൊക്കെയാ? ആ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് പലപ്പോഴും നമുക്ക് എണ്ണിയാൽ കിട്ടുകയില്ല. പലപ്പോഴും വളരെ സിമ്പിൾ ടെക്നിക്കിലൂടെ നമ്മൾ അത് ക്യാച്ച് ചെയ്യുകയാണ്. MT എന്റെ മാമനാണ്. സോറി, നിങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക, റിപ്ലൈ തരിക. കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്ലീസ് ഓഫ് ചെയ്യുക. യെസ്, MT എന്റെ മാമനാണ് എന്നുള്ളത്, MT എന്റെ മാമനാണെന്നതിൽ കൂടി ചോദിക്കുമ്പോ മ്യൂട്ട് ചെയ്യാനാ, ചോദിക്കുമ്പോ മിണ്ടാണ്ടിരിക്കാൻ. MT എന്റെ മാമനാണ്. MT എന്റെ മാമനാണ്. നമുക്കിത് ഓർത്തിരിക്കണം, ആൻസർ കിട്ടണം. MT എന്റെ മാമൻ. ഫസ്റ്റ് M മേഘാലയ, T ത്രിപുര, then next one മാമനിലെ ഫസ്റ്റ് M മണിപ്പൂർ, then ആസാം, മിസോറാം, അരുണാചൽ പ്രദേശ് ആൻഡ് നാഗാലാൻഡ്. MT എന്റെ മാമനാണെന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ ഈ 7 സംസ്ഥാനങ്ങളെയും ഏത് ദിവസവും ഏത് സമയത്തും ഏത് എക്സാം ഹാളിലും എവിടെ വെച്ച് നമുക്ക് റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതേ നിലയിലുള്ള കുറെ സംഗതികൾ നമ്മൾ നമ്മുടെ കൈവശം ഉണ്ടാക്കി വെക്കുക. ദെൻ വലിയ പ്രശ്നക്കാരായ കുറെ സംഗതികളുണ്ട്. ഈ സാർക്ക് കൺട്രീസ്, ഏതാണ് ഈ രാജ്യങ്ങൾ? ഏത് സാർക്ക്, എന്ത് സാർക്ക്? സാർക്ക് കൺട്രീസ് ഒന്ന് പറയാം പ്ലീസ്. പിക്ചർ നോക്കിയിട്ടെങ്കിലും പറയാം, ഫ്ലാഗ് കണ്ടിട്ടെങ്കിലും പറയാം. നേപ്പാൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ. നമുക്ക് ഇത് ആ ഫ്ലാഗില് തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ അതിലുണ്ട്. എന്തായാൽ പോലും നമുക്ക് അതിന്റെ ഒരു മാജിക്കൽ കോഡ് നമ്മൾ എടുക്കുകയാണ്. വളരെ സിമ്പിൾ സാധന. പനി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോളോ അല്ലേ? അല്ലേ? പനി വന്നാൽ ഡോക്ടറുടെ അടുത്ത് പോകും, ഒരു MBBS ഡോക്ടറുടെ അടുത്ത് പോകും. ആയുർവേദത്തിൽ പോണവരുണ്ടാവും, ഹോമിയോ ഉള്ളവരൊക്കെ ഉണ്ടാവും. അതൊക്കെ വിട്ടോ, തൽക്കാലം നമുക്കൊരു കോഡ് കണ്ടുപിടിക്കട്ടെ. അപ്പൊ പനി വരുമ്പോ നമ്മൾ MBBS ഡോക്ടറുടെ അടുത്ത് പോകുമ്പോ ഈ വളരെ സിമ്പിൾ വേർഡിൽ കൂടി നമ്മൾ ഈ രാജ്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. പനി, P പാകിസ്ഥാൻ, A അഫ്ഗാനിസ്ഥാൻ, N നേപ്പാൾ, I ഇന്ത്യ. അപ്പോ ആ പനിയിൽ കൂടി 4 രാജ്യങ്ങൾ വന്നു. അടുത്ത 4 രാജ്യങ്ങൾ MBBS മാൽദീവ്സ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ ആൻഡ് ശ്രീലങ്ക. അപ്പോ വളരെ കുറെ നാളുകളായി സാർക്ക് അസോസിയേഷൻ, സാർക്ക് കൺട്രീസ് ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് അതറിയില്ല.
വളരെ സിമ്പിൾ ഒരു വേർഡ് നമ്മൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ, പനി MBBS എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മാജിക്കൽ കോഡിലൂടെ ഇതിനെ റീകോൾ ചെയ്യാൻ വേണ്ടി കഴിയും. യെസ്, ആവശ്യമുള്ളവർ കൈയോടെ അതാത് സമയങ്ങളിൽ സ്ക്രീൻഷോട്ട്. യെസ്, അടുത്തൊന്ന് UN പെർമനന്റ് മെമ്പേഴ്സ്. പറഞ്ഞോളൂ, ആരൊക്കെയാണ് UN പെർമനന്റ് മെമ്പേഴ്സ്? അമേരിക്ക, റഷ്യ, ചൈന, ജർമ്മനി, ഇംഗ്ലണ്ട്, UK. ഇനിയുണ്ടോ? ഫ്രാൻസ്. ടോട്ടൽ എത്ര കൺട്രീസ്? 5. യെസ്, കുറെ ഫക്രുമാരാണേ. കുറെ ഫക്രുമാരാണ്. ഫക്രു, നമ്മള് ഉണ്ടപ്പക്രു എന്നൊക്കെ പറയാ പോലെ രസത്തിന് ഓർത്തിരുന്നുള്ളൂ. ആരൊക്കെ? ഫ്രാൻസ്, അമേരിക്ക, ചൈന, റഷ്യ ആൻഡ് UK. ഈ ഫക്രുമാരാണ് അവിടുത്തെ പെർമനന്റ് മെമ്പേഴ്സ്. നമ്മളൊന്നും പെർമനന്റ് ആയിട്ടില്ലല്ലോ. എങ്കിൽ പോലും നമ്മൾ ഓർത്തിരിക്കാം ആ പെർമനന്റ് മെമ്പേഴ്സ് ആരാണെന്നുള്ളത്. ഫക്രു എന്നുള്ള വളരെ സിമ്പിൾ വേർഡിൽ കൂടി നമുക്ക് അതിനെ ഓർത്തിരിക്കാൻ വേണ്ടി കഴിയും. യെസ്, അതോടൊപ്പം തന്നെ UN ഒഫീഷ്യൽ ലാംഗ്വേജസ് എത്രയുണ്ട്? ഇന്ത്യയിൽ എത്ര ലാംഗ്വേജസ് ഉണ്ട്? എടുക്കുന്നു 18 പറയണമെങ്കിൽ അത് അറിയണമല്ലോ ആർക്കെങ്കിലും. അപ്പൊ എന്തായാലും UN ഒഫീഷ്യൽ ലാംഗ്വേജ് ഇന്ത്യയിലേക്ക് വന്നാൽ നമ്മൾ കൊടുക്കും. UN ഒഫീഷ്യൽ ലാംഗ്വേജ് വളരെ എണ്ണം കുറവായതിന് നമുക്ക് അതിലേക്ക് വരാം. എത്ര എണ്ണമുണ്ട്? 6 എണ്ണം. ഏതൊക്കെയാ? അറബിക്, ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ്. phrases. UN ഒഫീഷ്യൽ ലാംഗ്വേജസ്: ഫ്രഞ്ച്, റഷ്യൻ, അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, സ്പാനിഷ്. യെസ്, ഫ്രഞ്ച്, റഷ്യൻ, അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, സ്പാനിഷ്. അപ്പോ ഫ്രേസസ് ഉള്ള ഒരു സിമ്പിൾ വേർഡ് ഓർത്തിരുന്നാൽ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ രസകരമായിട്ടുള്ള ഈ ലെറ്റേഴ്സ് ചേർത്തിട്ട് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇട്ടിട്ട് നാളെ ഗ്രൂപ്പിലേക്ക് തിരിച്ചിട്ടുള്ളൂ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഫ്രേസസ് എന്നുള്ളത് അത് അത്ര എളുപ്പമല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ വേർഡുകൾ ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും വളരെ സിമ്പിൾ ആക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഗുഡ്. യെസ്, അപ്പോ UN ഒഫീഷ്യൽ ലാംഗ്വേജുകൾ അങ്ങനെയാണ്. ദെൻ അതേപോലെ തന്നെ സാർക്ക് കഴിഞ്ഞു. മറ്റൊരു താരമാണ് ഏഷ്യൻ കൺട്രീസ്, ആസിയാൻ കൺട്രീസ്. ഏതൊക്കെ? ഇതിൽ നേരണ്ട് സ്കൂളിലെ ഏതെങ്കിലും സോഷ്യലിന്റെ ക്ലാസ്സിൽ പോയിരുന്നാ മതിയിരുന്നു അല്ലേ? മലേഷ്യ, മ്യാൻമർ, സിംഗപ്പൂർ, തായ്ലൻഡ്. ദാ വരുന്നു എല്ലാ രാജ്യങ്ങളും. തിരുവനന്തപുരം സിറ്റിയിലെ BPL-കാർക്ക് സിം ഫ്രീ. ട്രിവാൻഡ്രം സിറ്റിയിലെ BPL-കാർക്ക് സിം ഫ്രീ ആണ്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സിറ്റിയിലെ C മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. മറ്റ് ITY-യുടെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. യെസ്, നമുക്ക് വരാം. ആരൊക്കെയാണ്? TVM, ട്രിവാൻഡ്രം എന്നുള്ള TVM, തായ്ലൻഡ്, വിയറ്റ്നാം ആൻഡ് മലേഷ്യ. ആ 3 എണ്ണം. ഉപയോഗിക്കാത്തവർ റിപ്ലൈ മൈക്ക് ഉപയോഗിക്കാത്തവർ സ്റ്റോപ്പ് ക്ലോസ് ചെയ്ത് വെക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ട്രിവാൻഡ്രം എന്നുള്ള TVM, തായ്ലൻഡ്, വിയറ്റ്നാം ആൻഡ് മലേഷ്യ. ദെൻ സിറ്റിയിലെ C മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. കംബോഡിയ. പ്ലീസ് മ്യൂട്ട്. യെസ്, ഓക്കെ. അഷ്റഫ്ക്ക അൺമ്യൂട്ട് ചെയ്തിട്ട് തുടങ്ങി. അപ്പോ തിരുവനന്തപുരം സിറ്റിയിലെ BPL-കാർക്ക് സിം ഫ്രീ ആണെന്ന് നമ്മൾ കണ്ടു. തിരുവനന്തപുരം TVM, തായ്ലൻഡ്, വിയറ്റ്നാം, മലേഷ്യ. ദെൻ സിറ്റിയിലെ C മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ, കംബോഡിയ. ദെൻ BPL ബ്രൂണൈ, ഫിലിപ്പീൻസ് ആൻഡ് ലാവോസ്.
കഴിഞ്ഞില്ല, ഒരു 3 എണ്ണം കൂടി ബാക്കിയുണ്ട്. സിംഗപ്പൂർ, ഇന്തോനേഷ്യ ആൻഡ് മ്യാൻമാർ. അപ്പൊ 10 രാജ്യങ്ങളുണ്ട്. ആസിയാൻ കൺട്രീസ് 10 എണ്ണമുണ്ട്. ഈ 10 നമുക്ക് ഓർത്തിരിക്കാൻ പലപ്പോഴും ഓർമ്മയിലില്ല. എങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ഒരു വേർഡ്, ഒരു സെന്റൻസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. തിരുവനന്തപുരം സിറ്റിയിലെ BPL-കാർക്ക് സിം ഫ്രീ. യെസ്, മുന്നോട്ട് പോകുന്നു. സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ കൂടി മുന്നോട്ട് പോകുന്നു. യെസ്, അത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. യെസ്, ദെൻ ചിയർഫുൾ ഹിസ്റ്ററി, സോറി ചിയർഫുൾ കെമിസ്ട്രി. ചിയർഫുൾ ആണോ സത്യത്തിൽ കെമിസ്ട്രി? കെമിസ്ട്രിയുടെ ക്ലാസ് സത്യത്തില് പോക. അച്ഛൻ MSc ഹോൾഡർ ആണ്, ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെ പോലുള്ളവരൊക്കെ കെമിസ്ട്രിയുടെ ക്ലാസ് ഇരുന്നപ്പോ തല പോകുകയാണ് ചെയ്തിട്ടുള്ളത്, ചിയർഫുൾ ഒന്നല്ലായിരുന്നു. അതുകൊണ്ട് ഈ കെമിസ്ട്രിയെ ചിയർഫുൾ ആക്കാൻ എന്ത് മെത്തേഡാണ് കുട്ടികൾക്ക്, ഞങ്ങൾക്ക് വരും തലമുറയ്ക്ക് കൊടുക്കാനുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗത്തില് ഒന്ന് പോവുകയാണ്. മോസ്റ്റ് അബണ്ടൻസ് എലമെന്റ്സ് ഏതൊക്കെയുണ്ട്? അച്ഛൻ മിണ്ടരുത് ഇതില്. നൈട്രജൻ. യെസ്, കഴിഞ്ഞ അച്ഛൻ ഡിലേ ആയി കഴിഞ്ഞാൽ അച്ഛൻ പറയാട്ടോ. ഇനി അച്ഛൻ പറയാം. സോറി, ഞാൻ അച്ഛൻ ബ്ലോക്ക് ചെയ്യുന്നില്ല. യെസ്, അയൺ, അലൂമിനിയം, സിലിക്കൺ. ഓക്കെ, മോസ്റ്റ് അബണ്ടൻസ് എലമെന്റ്സ് ഏതാണെന്നുള്ളത് ഹൈ ഹീലിട്ട ഓക്സ് കാർബൺ ഡൈ ചെയ്തു. ഹൈ ഹീലിട്ട ഓക്സ് കാർബൺ ഡൈ ചെയ്തേക്ക. അതിന്റെ പ്രത്യേകത നിങ്ങൾ കാണാം. HIGH നമുക്കിവിടെ ആക്ടിവേറ്റ് അല്ല. ഹീൽ ഇട്ട ഓക്സ് കാർബൺ ഡൈ ചെയ്തു. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അതിൽ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാകും. ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ അച്ഛന് പറയാം, നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. മോസ്റ്റ് അബണ്ടൻസ് എലമെന്റ്സ് എന്ന നിലയിൽ നമുക്ക് അറിയപ്പെടുന്നത് ഈ 4 എണ്ണമാണ്. ആ 4 എണ്ണം വളരെ സിമ്പിൾ ആയിട്ട് ഹൈ ഹീലിട്ട ഓക്സ് കാർബൺ ഡൈ ചെയ്തു എന്നുള്ളതിൽ കൂടി നമുക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് ആ കെമിസ്ട്രിയെ പിടിച്ചു കെട്ടലാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ അവിടെ ഉണ്ട് കെമിസ്ട്രിയിലും അതേപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ ആയിട്ട് താരങ്ങൾ വരെ കുറെ ഉണ്ട്. അപ്പോ അതിലേക്ക് നമ്മൾ വരികയാ. ഈ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കണ്ടുപിടിച്ചത് ആരാണ്? ഒരാളാണോ? അല്ല, ചാഡ്വിക്. ആരൊക്കെയാണ്? റൂദർഫോർഡ്, ചാഡ്വിക്. അപ്പൊ പ്രോട്ടോൺ റൂദർഫോർഡ്, ജെ തോംസൺ. യെസ്, ഓക്കെ. അപ്പോ നമ്മൾ ഫസ്റ്റ് കണ്ടു പ്രോട്ടോണിൽ നിന്നുള്ള ആരോമാർക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് RTC, പെൻ RTC എന്നുള്ള റൂദർഫോർഡ്, ദെൻ ഇലക്ട്രോൺ തോംസൺ, ദെൻ ലാസ്റ്റ് വൺ ന്യൂട്രോൺ ചാഡ്വിക്. അപ്പോ ഇതും നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരാറില്ല സാധാരണ. അപ്പൊ പെൻ RTC, KSRTC അല്ലട്ടോ, പെൻ RTC. എന്നുള്ളത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നുള്ളതാണ്. RTCക്ക് നമുക്ക് എന്തായാലും KSRTCയുടെ ഒരു ഓർമ്മയെങ്കിലും, ആനവണ്ടിയുടെ ഓർമ്മയിലെങ്കിലും RTC ഓർത്തിരുന്നിട്ട് എന്നിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് റീകോൾ ചെയ്യാൻ വേണ്ടി കഴിയും. യെസ്, മുന്നോട്ട് പോകുന്നു. ഇനി നമ്മുടെ താരം, ആത്മമിത്രയിലെ താരം 112 എപ്പോഴും ഓർമ്മയിലിരിക്കുന്ന, നമ്മുടെ ചിന്തയിലിരിക്കുന്ന, നമുക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഒരു മെത്തേഡാണിത്. എങ്കിൽ പോലും ക്ലാസിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ ഒന്ന് അതിന്റെ ആ രീതി ഒന്ന് പറഞ്ഞു പോവുകയാണ്. നമുക്ക് എല്ലാവരും ഓർത്ത് വെക്കേണ്ടത്രേ ഉള്ളൂ. ആദ്യം ഒന്നാമത്തെ, നമ്മളിപ്പോ 118 എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല, ഓർമ്മയില്ല, പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ. എങ്കിൽ പോലും നമുക്ക് പഠിക്കാനുള്ള ഒരു വഴിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. 1H ഹൈഡ്രജൻ, 2H helium, 1H hydrogen, 2H helium, 3Li lithium, 1H hydrogen, 2H helium, 3Li lithium, 4Be beryllium, 1H hydrogen, 2H helium, 3Li lithium, 4Be beryllium, 5B boron. ഈ നിലയിൽ നമുക്ക് എത്ര വരെ മുന്നോട്ട് പോകാം? മുന്നോട്ട് പോയി കഴിഞ്ഞ് നമ്മൾ
അതിനുശേഷം ബുക്ക് അടച്ചു വെക്കുക. നമ്മൾ ഓരോന്നൊന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്കതിനെ റീകോൾ ചെയ്യാൻ വേണ്ടി കഴിയും, ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ആത്മമിത്ര എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ 1 1 2 1 1 2 3 1 1 2 3 1 2 3 4 ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത് നിങ്ങളും ഒന്ന് കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഇത് വളരെ ഉപകാരമുള്ള ഒന്നാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രാക്ടീസിലേക്ക് പോകുന്നില്ല, നിങ്ങൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ മക്കളെയോ അതേപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അതിന്റെ കഥ പറയുമ്പോ ഞാൻ പറയേണ്ട ആളല്ലെങ്കിൽ പോലും നമ്മൾ ടോബി അച്ഛൻ ഒരു പാവപ്പെട്ട അച്ഛന്റെ 500 രൂപ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അച്ഛൻ കിട്ടിയ ചാൻസിൽ ഒരു കുത്തു വെച്ച് തരിക. അച്ഛനൊരു പള്ളിയിൽ പോയിട്ട് കുട്ടികളോട് ഇതേ നിലയില് പഠിപ്പിച്ചു. ബൈബിളിലെ 72 or 73 അത് വാക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആ പേരുകൾ പഠിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഒരു പാവപ്പെട്ട പനപ നെയ്യുന്നൊരു സ്ത്രീ സ്വന്തം മക്കൾ പഠിക്കുന്നത് കേട്ടിട്ട് പഠിച്ച് പിറ്റേ ദിവസം പള്ളിയിൽ വന്ന് ഇത് വിളിച്ചു പറഞ്ഞ് തൊട്ടടുത്തുള്ള ടോബി അച്ഛൻ 500 രൂപ ഓഫർ ചെയ്ത് ഇത് കേട്ട് പള്ളിയിലെ മറ്റൊരു അച്ഛൻ 500 അല്ല ഞാൻ 1000 കൊടുത്തോളാം എന്ന് പറഞ്ഞു. പാവപ്പെട്ട അച്ഛന്റെ 1000 പോയ കഥ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തത്തേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്, രസകരമാണ്, അതിനേക്കാൾ ഉപരി പവർഫുൾ ആണ് എന്ന് കൂടി തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയാണ്. മുന്നോട്ട് പോകുന്നു. നമ്മുടെ GK എന്നുള്ള വലിയൊരു ലോകം നമ്മുടെ മുന്നിലുണ്ട്. കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ടെക്നിക്കുകൾ നമ്മൾ എടുക്കണം. ഹെലികോപ്റ്റർ കണ്ടുപിടിച്ചതാരാ? വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ്. റൈറ്റ് ബ്രദേഴ്സ്. അപ്പൊ ഹെലികോപ്റ്റർ കണ്ടുപിടിച്ചത് ലെഫ്റ്റ് ബ്രദേഴ്സ് അല്ലേ? അല്ലെങ്കിൽ പറഞ്ഞോ ആരാ? അങ്ങനൊന്നില്ലേ? കണ്ടുപിടിച്ച ആളില്ലേ? ലെഫ്റ്റ് ബ്രദേഴ്സ് ആയിരിക്കും. തടി രക്ഷപ്പെടാം. പോകുമ്പോ സ്കൂളുകളിൽ ചെന്നിട്ടേ കുട്ടികളുടെ അടുത്ത് പോരാൻ കഴിയില്ല, ഇറങ്ങി പോരാൻ കഴിയില്ല ഹോളിൽ നിന്ന്. ആ ഹെലികോപ്റ്റർ കണ്ടുപിടിച്ചത് ഞാൻ കടപ്പുറത്തിരിക്കുമ്പോ പോകുന്നത് കണ്ടു. ഏതിലെ ഹെലികോപ്റ്റർ പോകുന്നത്? കടലിൽ കൂടെയാണോ ആകാശത്തെ കൂടെയാണോ? ആകാശത്തെ കൂടെ. അപ്പോ ഞാൻ കടപ്പുറത്ത് പോയിരിക്കുകയാണ്. കടലിൽ നമ്മൾ എന്താ പറയുക? കടലിന് ഇംഗ്ലീഷിൽ എന്താ? പോവുക. ആകാശം സ്കൈ. ആരെ ഹെലികോപ്റ്റർ കണ്ടുപിടിച്ച ആള്? സിഗോസ്കി. അപ്പോ ഞാൻ കടപ്പുറത്തിരിക്കുമ്പോ പോകുന്നത് കണ്ടു. ഏതിലൂടെ പോയത്? ആകാശത്തിലൂടെ. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി വ്യത്യസ്ത ആംഗിളിൽ നിന്ന് പല മെത്തേഡുകളിൽ കൂടി നമ്മൾ അതിന് കണ്ടുപിടിക്കുകയാണ്. അപ്പോ സിഗോസ്കി എന്താണ് ഇതുവരെ മനസ്സിലാക്കി വച്ചിരുന്നത്? ഇന്ന് രാവിലെ ഞാൻ വീണ്ടും ഒന്നുകൂടി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ സിഗോസ്കി എന്ന പേര് മറ്റൊരു പേര് കൂടി ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോ ഏതാണ് സംശയം എന്നുള്ളത് ഇന്ന് മുതൽ എന്റെ മുന്നിൽ വന്നു. അതുകൊണ്ട് ഈ സ്ക്രീനിന്റെ സ്ലൈഡിന്റെ ആ മെന്റർ ടോട്ടൽ കെയറിന്റെ താഴെ ചെറുതായിട്ട് ഐഗോർ സിഗോർസ്കി എന്ന് നോട്ട് ചെയ്ത് ഓർമ്മയിൽ അതുണ്ടാകണം. വർഷങ്ങളായിട്ട് പല സദസ്സുകളിലെ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്നത് സിഗോസ്കി തന്നെയായിരുന്നു. എല്ലാവർക്കും അറിയുന്ന ആൻസർ സിഗോസ്കി തന്നെയായിരുന്നു. ഇന്ന് രാവിലെ ക്ലാസ്സിന് വരുന്നതിനുള്ള ജസ്റ്റ് ഒരു പ്രിപ്പറേഷന്റെ മുന്നേ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തപ്പോ ഐഗോർ സിഗോസ്കിയെ ഈ പുതിയൊരു പേര് കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോ രണ്ടും കൂടി ഒന്ന് ധാരണ ഉണ്ടാകണം എന്ന് മാത്രമാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ആ ഒരു അറിവ് കിട്ടിക്കഴിയുമ്പോ പിന്നെ ഞാൻ പറയുന്നതിൽ തെറ്റുപറ്റാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് രണ്ടും ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. യെസ്, മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ 1-1-2 മെത്തേഡിലൂടെ ഹൈഡ്രജൻ ഹീലിയം നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ 14 ജില്ലകളും നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടി കഴിയും. അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. നിങ്ങളുടെ മുന്നിൽ ഓർമ്മയിൽ ഉണ്ടാക്കണം. ആ രീതിയിൽ നമുക്ക് ആ 14 ജില്ലകളുടെ പേരുകൾ തന്നെ 15ാമത്തെ നമ്പറായിട്ട് നമുക്ക് KL-15 ഞാൻ പറയാം. ഓക്കെ, മതിയോ? സോറി ക്ലിയർ ആയില്ല.
ഇങ്ങോട്ടായിരുന്നോ പറഞ്ഞത്? അല്ല സാർ, അത് ഫോൺ എത്താനായിരുന്നു സാർ. ആ യെസ് 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 10 മിനിറ്റ് കൊണ്ട് പറയാന്ന് പറഞ്ഞപ്പോഴേ 15 10 മിനിറ്റ് കൊണ്ട് പറയാന്ന് ആയിപ്പോയി. സോറി. അപ്പോ നമുക്ക് മുന്നോട്ട് പോകുന്നു. നമുക്ക് അടുത്ത നമ്മുടെ മുന്നിലുള്ള വളരെ വലിയ വലിയ പ്രശ്നക്കാരൻ, പല കുട്ടികളുടെയും മുന്നിലുള്ള പ്രശ്നക്കാരനും ആണ് മറ്റൊരാള് ബയോളജി. ഈ ബയോളജിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ദിവസം പഠിക്കാൻ വേണ്ടി വരുന്നതല്ല, പിറ്റേന്ന് അത് അതിൽ കൂടുതൽ ഉണ്ടാകും. ഇന്നത്തെ പഠിച്ചില്ലെങ്കിൽ നാളെ അത് നമുക്ക് പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നില്ല. വലിയൊരു പ്രശ്നമാണ്. നമുക്ക് എന്തായാലും ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ബാക്ടീരിയൽ ഡിസീസിലേക്ക്, ബാക്ടീരിയൽ ഡിസീസ് ഏതൊക്കെയാണെന്ന് പറയാമോ? അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ മാർക്കൊന്നുമില്ല. ഇപ്രാവശ്യത്തെ SSLC എക്സാം പോലെയാണ്. ഇഷ്ടം എന്ത് എഴുതിയാലും മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലെ. ആ യെസ്, ഞാൻ ഒന്ന് സ്പീഡ് ആക്കുന്നു. ആൻസർ ഞാൻ തന്നെ അങ്ങോട്ട് പറയാം. പ്ലെയിൻ കൂടി വിറ്റു ബോസ്. നമ്മുടെ നാട്ടിലെല്ലാം വിൽക്കാണല്ലോ. സോറി, തെറ്റിദ്ധരിക്കരുതേ, നമ്മൾ രസകരമായിട്ട് പറയുകയാണ്. അപ്പോ നമുക്ക് ആ ബാക്ടീരിയൽ ഡിസീസിനെ ഓർത്തു വയ്ക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മെമ്മറി സെന്റൻസ്, ഒരു മെമ്മറി വേർഡ് പ്ലെയിൻ കൂടി വിറ്റു ബോസ് എന്ന. പ്ലെയിൻ, ഈ പ്ലേഗ് വായിച്ചോളൂ, വായിച്ചു പോയിക്കോ. ലെപ്രസി, ന്യൂമോണിയ, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ഓഫികഫ്, then tetanus, tuberculosis, botulism, then last one syphilis. അപ്പോ ഈ ബാക്ടീരിയൽ ഡിസീസ് PPT ക്ലിയർ കാണാൻ പറ്റുന്നില്ല. PPT കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണ്. എല്ലാവർക്കും ക്ലിയർ ആണ്. യെസ്. അപ്പോ ബാക്ടീരിയൽ ഡിസീസ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ഒരു സെന്റൻസ് ഉണ്ടാക്കി, പ്ലെയിൻ കൂടി വിറ്റ് ബോസ് എന്നുള്ള ആ ഒരു സാധനത്തിൽ കൂടി. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ കൊറോണ ആ അളിയൻ ഏത് കുടുംബത്തിൽപ്പെട്ടതാ? വൈറസ്. അങ്ങനെയാണെങ്കിൽ വൈറൽ ഡിസീസ് നമുക്കൊന്ന് എടുക്കാം. വൈറൽ ഡിസീസ്, ആ ചിക്കൻ ബോക്സ്, കോവിഡ്, ഫ്ലൂ, ഇത് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് അതിന്റെ തൊട്ട് മുകളില് എന്താ കിടക്കുന്നത്? ഒരു ഹോംവർക്ക് എന്ന് കൂടി കിടക്കുന്നുണ്ട്. ഹോംവർക്ക് നമ്പർ 2. വൈറൽ ഡിസീസിനെ ഓർത്തു വെക്കാനുള്ള മെമ്മറി വേർഡ് നിങ്ങൾ ഉണ്ടാക്കണം. സെയിം നാളെ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. സ്ക്രീൻഷോട്ട് എടുത്തോളൂ. PPT കാണുന്നില്ല എന്ന് പറയരുതേ. സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാറ്റിമറിക്കാട്ടോ. നമുക്ക് നമ്മുടെ ഉദ്ദേശം ഇത് ഓർമ്മയിൽ കൊണ്ടുവരാനുള്ള ഒരു വേർഡ് കണ്ടുപിടിക്കുക മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയുള്ള നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും വേർഡ് ഉണ്ടാക്കാം. യെസ്, മുന്നോട്ട് പോയിക്കോട്ടെ. മുന്നോട്ട് പോകുന്നു. യെസ്, അങ്ങനെയാണ് എങ്കിൽ ഈ വൈറൽ ഡിസീസ് കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഹോമിയോ കൽക്കട്ട, യുനാനി ബാംഗ്ലൂർ, സിദ്ധ ചെന്നൈ, ആയുർവേദ ജയ്പൂർ. ഇതും നിങ്ങൾ എന്നുള്ള നിലയിൽ ഒന്ന് നോട്ട് ചെയ്യുക. ഇത് ഓർമ്മയിൽ കൊണ്ടുവരാനുള്ള ഒരു മെമ്മറി വേർഡ് നിങ്ങൾ കണ്ടെത്തണം. ഹോമിയോയുടെ ആസ്ഥാനം, ഹോമിയോയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം. യെസ്, കൽക്കട്ട. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. മുന്നോട്ട് പോകുന്നു. അപ്പോ ഇനി മുന്നോട്ട് പോകുമ്പോ നമ്മുടെ മുന്നിലുള്ള മറ്റൊന്നാണ് ഫിസിക്സ്. ഫിസിക്സിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല. നമ്മൾ ഫിസിക്സിലെ ഏറ്റവും ആദ്യം പഠിച്ച ഒരു മെമ്മറി വേർഡാണ് വിബ്ജിയോ. വിബ്ജിയോറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഫിസിക്സിന്റെ ഓരോ സംഗതികളും ഇതേ നിലയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നതേ ഉള്ളൂ. ഇത് താഴെയുള്ള ക്വസ്റ്റ്യൻ, അത് നമ്മൾ തൽക്കാലം ശ്രദ്ധിക്കേണ്ടതില്ല. അത് തൽക്കാലം ഞാൻ വിട്ടുകളയുന്നു. മറ്റൊന്ന്, നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു മെത്തേഡ്, നമ്മള് 1 സൺ
2 zoo, 3 tree, 4 door, 5 hive, 6 wigs, 7 heaven, 8 gate, 9 wine, 10 hen. 10 വേർഡ് മെമ്മറി വേർഡാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞു വെച്ചത്. ഇപ്പോ ഇത് നമുക്ക് കുറെ ഐറ്റംസ് നമ്മൾ മെമ്മറി എന്താണ് പരീക്ഷകൾക്ക് ഒക്കെ കുട്ടികൾ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ കുറെ സാധനങ്ങൾ ടേബിളിൽ വെച്ചിട്ട് 20 or 50 ഐറ്റംസ് വെച്ചിട്ട് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവരോട് നമ്മൾ പറയാറുണ്ട്. നമുക്ക് വളരെ രസകരമായി, വളരെ രസകരമാണ്. 1 എന്നുള്ളത് നമ്മുടെ മുന്നിൽ ആ 1 സൺ, ആ ഒന്നാമത് നമ്മൾ കാണുമ്പോൾ അതിനെ സണ്ണായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. ആ സണ്ണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ 10 വേർഡുകൾ ഇവിടെ എടുക്കുക. സൺ 10 വേർഡ് എന്ന് പറഞ്ഞോ. ആരെങ്കിലും നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടി 5 വേർഡ് എന്ന് പറയാം പെട്ടെന്ന്. ഏതെങ്കിലും വേർഡുകൾ ഒന്ന് പറഞ്ഞോളൂ പ്ലീസ്. ട്രീ. എന്താണ് ട്രീ? ഓക്കെ, ട്രീ ഒന്നാമത് പറഞ്ഞ ട്രീ ആണ്. ദെൻ അടുത്ത പെട്ടെന്ന് പറയും പ്ലീസ്. കോക്കനട്ട്. യെസ്, കോക്കനട്ട്. വൈൻ. വൈൻ. 3 വൈൻ. യെസ്. ഹെവൻ. 4 എന്താണ്? ഹെവൻ. ഹെവൻ. 5 മാജിക്. 5 മാജിക്. ആഹാ, അതിന്റെ ഒരു കുറവുണ്ടല്ലേ. എന്തായാലും അത് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് എടുക്കാതിരുന്നത്. യെസ്. എന്താണെങ്കിൽ പോലും നമുക്ക് ഇനി 1 ഉം 2 ഉം 3 ഉം നമ്മുടെ മുന്നിലില്ല. അപ്പോ നമുക്ക് നമ്മുടെ മുന്നിലേക്കുള്ളത് നമ്മൾ ആദ്യമായിട്ട് കണ്ടതിനെ പറഞ്ഞ് പെട്ടെന്ന് മൈൻഡിലുള്ളത് സണ്ണാണ്. സണ്ണുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണ്. ആ സണ്ണുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോ എന്താണ് 1 പറഞ്ഞ ആ ഒന്നാമത് പറഞ്ഞ ഏതായിരുന്നു? ട്രീ ആയിരുന്നു അല്ലേ? ട്രീ ആണ്. ഇമാജിൻ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ആകരുത്. വെയിലത്ത് നിൽക്കുന്ന മരം എന്നാകരുത്. മരം വെയിൽ കൊണ്ട് വാടി തളരുന്നു ഉണങ്ങിപ്പോയി എന്നാകരുത്. അതിന് അപ്പോഴോ സൂല് മൃഗങ്ങളൊക്കെ തേങ്ങ കൊണ്ട് എറിഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ മരങ്ങളോ മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഹെവൻ ആയിരുന്നല്ലേ? ഹെവൻ അല്ലേ പറഞ്ഞത്? സോറി വൈൻ. ആ മരത്തിന്റെ ചില്ലകളിലൊക്കെ മരത്തിന്റെ കൊമ്പുകളിലൊക്കെ വൈൻ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. അത് കാറ്റത്ത് ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു വൈൻ്റെ കുപ്പികൾ. ദെൻ നാലാമത് പറഞ്ഞത് ഹെവൻ ആയിരുന്നു. നാലാമത് 4 എന്ന് പറയുമ്പോൾ നമ്മൾ 4 എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്ന മെമ്മറി വേർഡ് അതാണ്, ഡോർ ആണ്. അപ്പോ ഹെവൻ ഇങ്ങനെ ഡോർ തുറന്നിരിക്കുന്നു എന്ന്. ഇപ്പോ ഈ നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് മുസ്ലിങ്ങൾ സാധാരണ പറയുന്ന ഒന്നുണ്ട്. എന്താണ്? ഈ മാസത്തില് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ് എന്നുള്ള നിലയിൽ ആകരുത്. കാരണം അത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് അത് ഓർക്കുകയും മറന്നു പോവുകയും ചെയ്യും. നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഹെവനിലെ ഡോറ് എന്നുള്ളത് ആ വിധിക്കേണ്ടത് നമ്മുടെ ഡോറിന്റെ മുന്നിൽ ഒരു സ്വർഗം കൊണ്ടുവന്ന് വച്ചിരിക്കുന്നു. രീതിയിൽ നമ്മൾ ഇതിനെ ഇമാജിൻ ചെയ്യണം. ലാസ്റ്റ് 5 അഞ്ചാമത് പറഞ്ഞത് എന്തായിരുന്നു? മാജിക് ആയിരുന്നു. തേനീച്ചകളെല്ലാം മാജിക് ചെയ്തുകൊണ്ടിരിക്കുക. മാജിക് ഐറ്റംസ് എല്ലാം വെച്ചിട്ടേ മാജിക് കാണിച്ചുകൊണ്ട് മാന്ത്രിക വിദ്യകൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ നമ്മളോട് ഓരോരുത്തരോടും എപ്പോൾ ചോദിച്ചാലും പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. ട്രീ എന്തായിരുന്നു? ട്രീ എന്തായിരുന്നു? ട്രീയുടെ ചില്ലകളിൽ എന്താ അല്ലേ? സൂവിലെ മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യുകയാ? കോക്കനട്ട് കൊണ്ട് എറിഞ്ഞു കളിക്കുകയാ. സണ്ണില് എന്താണ് ഉള്ളത്? വലിയൊരു വൃക്ഷം പടർന്ന് പന്തലിച്ച് നിൽക്കുകയാ. തേനീച്ചകളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ? മാജിക് കാണിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, ഞാൻ തൽക്കാലം അതിൽ നിർത്തുന്നു. ജസ്റ്റ് ഒരു മോഡൽ മാത്രമായിട്ട് അത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതേ നിലയിൽ 100ഓളം
നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്താം. ഓരോന്നിനും ഓരോ രീതിയിലേക്ക് 10 കഴിഞ്ഞു, 11 അതിനു വേണ്ടി ഒരു വേർഡ് കണ്ടെത്താം, 13, 14, പ്രോട്ടീൻ എന്നുള്ള നിലയിൽ പല രീതിയിലേക്ക് പല വേർഡുകൾ കണ്ടെത്തി ഡെവലപ്പ് ചെയ്യണമെന്ന് ഈ ചുരുങ്ങിയ സമയത്തിൽ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികളുടെ മുന്നിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഈ എസ്സേ കുട്ടികളുടെ മുന്നിൽ എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രശ്നമാണ്. എസ്സേയുടെ മാർക്ക് കിട്ടണം. വാരി വലിച്ചെഴുതിയാൽ പോരല്ലോ. വാരി വലിച്ചെഴുതിയാൽ മാർക്ക് കിട്ടണമെങ്കിൽ അതിന്റെ ആ ഫിഗർ കൃത്യമാകണം. എന്താണ് എക്സാമ്പിൾ? ഫസ്റ്റ് വേൾഡ് വാർ. ഇവിടെ നമുക്ക് വേണ്ടത് എസ്സേയിലേക്ക് വേണ്ട സാധനം നമ്മുടെ മുന്നിൽ മെമ്മറി വേർഡ് CPLC. ഏതൊരു സംഭവമാണോ അതിന്റെ കോസസ്, then participated countries. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ ആയതുകൊണ്ട് participated countries, then next one leaders, the last one consequences. ഈ 4 സംഗതികൾ ഒരു എസ്സേയിൽ വന്നാൽ ആ എസ്സേയുടെ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഈ നിലയിലേക്ക് ഓരോന്നും അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. 10 മിനിറ്റ് വൈകിപ്പോയിട്ടുണ്ട്, അവസാനിപ്പിക്കുന്നു. ലാസ്റ്റ് ഇത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റിവൈസ് ആൻഡ് റിവേഴ്സ് ബിഫോർ സ്ലീപ്പ്. നമുക്ക് പഠനം ഓർക്കണം, മെമ്മറി ഡെവലപ്പ് ചെയ്യണം. നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ രസകരമായി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ രാത്രി കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തു എന്നൊന്ന് ആലോചിക്കുക. അപ്പോ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടാകും. അതിനു മുമ്പ് ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ടുണ്ടാകും. അതിനു മുമ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാകും. അതിനു മുമ്പോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാൻ വേണ്ടി പോയിട്ടുണ്ടാകും. അതിനു മുമ്പോ അങ്ങനെ ബാക്ക് പോയി ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എന്താണ് ചെയ്തത് എന്നുള്ളത് റിവേഴ്സ് പോകണം. അപ്പോ ഇന്ന് രാത്രി നമ്മൾ തുടങ്ങുന്നു, ആ റിവേഴ്സ് പോയി ഇന്ന് രാവിലെ എന്ത് ചെയ്തു എന്നുള്ളത്. നാളെ രാത്രി എന്ത് ചെയ്തു? കിടക്കുന്ന തൊട്ട് മുമ്പ് ബെഡിലേക്ക് വന്നിരുന്ന് കിടക്കുന്ന സമയത്താണ് ഓർക്കുന്നത്. ടോയ്ലറ്റിൽ പോയി ഫ്രഷായി പല്ല് തേച്ചു എല്ലാം. അതിന് മുന്നേ റിവേഴ്സ് പോന്ന് നാളെ രാവിലെ എന്ത് ചെയ്തു എന്നുള്ളത് പ്ലസ് ഇന്ന് രാത്രി എന്ത് ചെയ്തു, ഇന്ന് രാവിലെ എന്ത് ചെയ്തു എന്നുള്ളത്. ദെൻ മൂന്നാമത്തെ ദിവസം അന്ന് രാവിലെ മുതലുള്ളത് പ്ലസ് രണ്ടാമത്തെ ഇന്നലെ എന്ത് എന്നുള്ളത് പ്ലസ് ഇന്ന് എന്ത് എന്നുള്ളത്. അങ്ങനെ അപ് ടു നമുക്ക് ഒരു മാസം നമ്മൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചാൽ, ഒന്ന് ഫോളോ ചെയ്താൽ ഓർമ്മശക്തി വളരെ രസകരമായിരിക്കും. ഇത്രയും രസകരമായി മുന്നോട്ട് പോകുന്ന ഒന്ന് നമുക്ക് മുന്നോട്ടുണ്ടാകില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ ഈ സമയം നമുക്ക് 1 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെയുള്ള 5 പേരും 4 പേരും അത് കീപ്പ് ചെയ്തു. സോറി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. 10 മിനിറ്റ് 12 മിനിറ്റ് ഞാൻ നിങ്ങളുടെ കവർന്ന് എടുത്തുപോയി. എങ്കിൽ പോലും വളരെ രസകരമായി അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പോയപ്പോ അറിയാതെ പോയതാണ്. എന്തായാലും ഇതുവരെ എന്നെ കേട്ടിരുന്ന, സഹിച്ചിരുന്ന, ക്ഷമിച്ചിരുന്ന എല്ലാവർക്കും വളരെ സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ നൽകിക്കൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ സമയം 9 മുതൽ 9:15 വരെയുള്ള 15 മിനിറ്റ് ഇന്ററാക്ഷൻ ആണ്. അതിനുവേണ്ടിയുള്ള ഇന്ററാക്ഷൻ എന്നുള്ള ആ ഏരിയയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. യെസ് ആഷ്റഫ് ഖാൻ, നോമ്പ് തുറക്കുമ്പോ കുടിച്ച ജ്യൂസ് എന്തായിരുന്നു? അത് എത്ര ജ്യൂസ് ആയിരുന്നു മുമ്പ് ചോദിച്ചെങ്കിൽ ഒന്ന് അത് കഴിഞ്ഞിട്ട് മറ്റേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല, ഇടക്കിടക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കാണ്. ഈ നോമ്പ് തുറന്നു കഴിയുമ്പോ ഭയങ്കര ക്ഷീണാണ്. No, it was very vibrant, it was very interesting, felt so good listening to you. Okay, thank you. പിന്നെ nothing more, nothing less, it was good. Thank you so much. Okay, thank you. അഷ്റഫ് സാർ, ഞാൻ ദീപ്തിയാണ് കോഴിക്കോട് നിന്ന്. Yes, ദീപ്തി മാം പറഞ്ഞോളൂ. It is a mind blowing session. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പലതരത്തിലുള്ള മെമ്മറി ടെക്നിക്സ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു രീതി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വളരെ നല്ല സെഷൻ ആയിരുന്നു. നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു മാം. സാറേ, ഞാൻ വിൻസെന്റ് ജോസഫ് ആണ്. വിൻസെന്റ് സാറ് ഞാൻ രക്ഷപ്പെട്ട എന്താണെന്നറിയോ? എന്റെ PPT ഓൺ ആക്കി കഴിഞ്ഞപ്പോ ഭാഗ്യം കൊണ്ട് ആരെ എനിക്ക് കാണാൻ പറ്റിയില്ല.
അല്ലെങ്കിൽ വെൻസ് സാറിന്റെ അടുത്തൊക്കെ ഒരു വരവും ഒരു ഒച്ചയും വേളൊക്കെ എടുത്തിട്ട് പോയേനെ. സോറി. പക്ഷെ മനോഹരമായിരുന്നു കേട്ടോ, വളരെ മനോഹരമായിരുന്നു. യെസ്, വളരെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. താങ്ക് യു വെരി മച്ച് സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ടോബിയച്ച. വിൻസെന്റ് സാറ് ഞങ്ങള് കഴിഞ്ഞൊരു 6 വർഷമായിട്ട് പല പ്രോഗ്രാമുകളിൽ ഒരുമിച്ചുണ്ടാകുകയും സാറ് നമ്മുടെ ഗുരുവാ. അഷ്റഫ് സാറെ കലക്കിട്ടോ. താങ്ക് യു അച്ഛാ, താങ്ക് യു. അഷ്റഫ് ഞാൻ സസ്വീനയാണ്. ആരാണ് സസ്വീന? സസ്വീന. കൊടുങ്ങല്ലൂര്. അതെ അതെ അതെ. സസ്വീന മാം പറഞ്ഞോളൂ. സെഷൻ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. റോബിനച്ചനാണ് അഷ്റഫക്ക. റോബിനച്ച, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് കയറിയത്. തിയറി ഒന്നും പറയാതെ അതിന്റെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വളരെ വ്യത്യസ്ത ഡയമെൻഷൻസ്. എക്സലന്റ്. താങ്ക് യു. താങ്ക് യു അച്ഛാ. ഓക്കെ, സംശയങ്ങൾ ചോദിക്കാനുള്ളതൊക്കെ തീർന്നെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്കും നന്നായിരുന്നു. ഓക്കെ, ഇന്ന് നല്ലൊരു ക്ലാസ് എടുത്ത അഷ്റഫിക്കയ്ക്ക് നന്ദി. ഒപ്പം തന്നെ ഇന്ന് പങ്കെടുത്ത ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ശുഭരാത്രി.